മരണമില്ലാത്ത ഹാസ്യം എന്നാണ്. അതായത് ഹാസ്യം മരിച്ചിട്ടില്ല എന്നുള്ളത്, മരിക്കാനൊരു സാധ്യത പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ. അല്ലാണ്ട് ഇനിയും മരിക്കാത്ത ഹാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ മരിക്കുന്നു തോന്നണ ഒരു ഫീലിംഗ് വരും. ഈ ഹാസ്യം അല്ലെങ്കിൽ നർമ്മം, ഫലിതം എന്നൊക്കെ പറയണ മനുഷ്യൻ എന്ന് മുതൽ ചിരിക്കാൻ പഠിച്ചു അന്ന് മുതൽ തന്നെ ഉള്ള ഒരു ഒന്നാണ് ഈ ഹാസ്യം. അത് കാലക്രമേണ അതിന് രൂപവും ഭാവവും ഒക്കെ മാറി വരുന്നല്ലാണ്ട് ഹാസ്യം ഒരിക്കലും ഇല്ലാതാവണില്ല. അപ്പം ഈ ഹാസ്യത്തിൻ്റെ ഒരു അഭാവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നർമ്മം ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിരസമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. ഈ ഹാസ്യം ലോകം, ഈ മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങിയ മുതലെന്ന് പറയാം ഉണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ട്. അപ്പം നമുക്ക് കേരളത്തിലെടുക്കുകയാണെങ്കിൽ ഈ ചാക്യാർകൂത്തിൽ ഹാസ്യത്തിൻ്റെ പല ഭാവങ്ങൾ, പരിഹാസം മുതൽ ഉള്ള ഈ ഹാസ്യത്തിന് പല ഭാവങ്ങളും സംസ്കൃതകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചിരിക്കുമുണ്ട്. ഹസിതം, അപഹസിതം, അങ്ങനെ ഒരു 8-10 വിവിധ തരങ്ങളിലുള്ള ഹാസ്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാക്യാർകൂത്തിൽ അത് ധാരാളമുണ്ട്. അതാണ് നമ്മുടെ മുമ്പിലുള്ള കേരളത്തിലത്തെ ഏറ്റവും, അതേപോലെ കൂടിയാട്ടങ്ങളിലെ മന്ത്രാംഗം കൂത്തിലെ പേക്കഥകളുണ്ട്. അവിടുന്ന് വന്ന പിന്നെ സാഹിത്യത്തിലെയാണ് നമ്മൾ ഹാസ്യത്തിനെ കൂടുതൽ പരിചയപ്പെടണം. അതിൽ ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാരായിരിക്കും ആദ്യം ഹാസ്യം പറയണ. എല്ലാ വരിയിലും ഒരു ഹാസ്യത്തിൻ്റെ, ഏത് പുരാണ കഥ പറയുമ്പോഴും ഹാസ്യം അവിടെ തിരികെ കയറ്റും. എല്ലാവരെയും കളിയാക്കി ആക്ഷേപഹാസ്യം തന്നെയായിരുന്നു അത്. പിന്നെ ഒരു ഇപ്പം സഞ്ജയനുണ്ട്, EV കൃഷ്ണപിള്ള, ബഷീർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഹൃദയം മിങ്ങണ ഹാസ്യങ്ങളുണ്ട്. നമ്മൾക്ക് ഉള്ളിത്തട്ടും ഹാസ്യം. അത് ഹാസ്യമാണോ, ആ ജീവിത സന്ദർഭം, ഒരു ദുരന്തം പോലും ഹാസ്യമാക്കി അദ്ദേഹം ചിത്രീകരിക്കും. പിന്നെ VK ആണ് വേറെ. VK കുറച്ചുകൂടി ഡെപ്തുള്ള ഹാസ്യമാണ്. അതെല്ലാവർക്കും മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ഒരു സർവജ്ഞനായിട്ടുള്ള ഒരാൾക്ക് VK എഴുതണ മുഴുവൻ 100% ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ വളരെ കുറവായത് കാരണം ഒരു 10-20% അതിൻ്റെ ഒരു 80% ആസ്വദിക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇൻ്റർവ്യൂവിൽ VK ചോദിച്ചു, അങ്ങയുടെ ഹാസ്യം ആളുകളുടെ തലയ്ക്ക് മീതെ കൂടി പോകണമെന്ന് ഒരു കംപ്ലൈൻ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ VK പറഞ്ഞു, അതിനൊരു സ്റ്റൂളുമൊക്കെ കയറി നിന്നാൽ മതിയെന്ന്, തലയുടെ മീതെ കൂടി പോവില്ല, അപ്പോൾ തലയിലേക്ക് തന്നെ വരുമല്ലോ. അതായത് വായനക്കാരൻ്റെ ലെവല് ഉയരണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഇപ്പോൾ വേളൂർ കൃഷ്ണൻകുട്ടി, സുകുമാർ, അങ്ങനെ ഹാസ്യത്തിൻ്റെ, പിന്നെ ചെമ്മനം ചാക്കോ ഉണ്ട്. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ കഴിഞ്ഞാൽ പിന്നെ ചെമ്മനം ചാക്കോ ആയിരിക്കും കവിതയിൽ ആക്ഷേപഹാസ്യം കൊണ്ടുവന്നേക്കണമെന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ നാടകങ്ങൾ, ധാരാളം നാടകങ്ങൾ ഉണ്ടായിരുന്നു. അത് ഹാസ്യ നാടകം മാത്രം എഴുതുന്ന ആളുകളുണ്ടായിരുന്നു. ആ ടിപ് ടോപ്പ് ഓസീസിൻ്റെ നിങ്ങൾക്കൊക്കെ ശാകുന്തളം മതി, എനിക്ക് ഗുസ്തി പഠിക്കണ്ട, രമണൻ്റെ മരണം, അങ്ങനെ കുറേ ഉണ്ട്. ആ കാലത്ത് എല്ലാ അമേച്വർ സംഘങ്ങളും ക്ലബ്ബുകളും എല്ലാം ഈ നാടകങ്ങൾ പലതവണ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും ഇതിൽ 2 നാടകം അഭിനയിച്ചിട്ടുണ്ട് പണ്ട്. എനിക്ക് ഗുസ്തി പഠിക്കണ്ടേ, പിന്നെ ഈ നിങ്ങൾക്കൊക്കെ ശാകുന്തളം മതിയിലും നമ്മുടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു അതിന് വേണ്ടി. പിന്നെ P. സുബ്ബയ്യ പിള്ളയുടെ കുറേ നാടകമുണ്ട്. അത് കഴിഞ്ഞ് സിനിമ എന്ന് പറയുമ്പോൾ, അത് മലയാള സിനിമ എന്ന് പറയുമ്പോൾ ആദ്യകാലത്തെ SP പിള്ള മുതൽ റുവാസി, ബഹദൂർ, അങ്ങനെയുള്ളൊരു ഹാസ്യം ഉണ്ടായിരുന്നു. അവർ അതിനു വേണ്ടി മാത്രം ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുകയാണ്. പിന്നെ അത് പരിണമിച്ച് വന്നപ്പോൾ ഹാസ്യം ചെയ്യാൻ വേണ്ടിയല്ല, എല്ലാവർക്കും ഹാസ്യം, ആ സന്ദർഭം വെച്ച് ഹാസ്യം ഉണ്ടാക്കാനുള്ളൊരു രീതി ഇവിടെ വന്നു. അപ്പോൾ വെറുതെ ഗോഷ്ഠി കാണിച്ച് ഹാസ്യം ഉണ്ടാക്കാണ്ട് ആ സന്ദർഭത്തിൽ ഡയലോഗ് കൊണ്ട് മാത്രം അവർ സീരിയസ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് അത് തമാശയായിട്ട് ഫീൽ ചെയ്യേണ്ടത്.
അങ്ങനെ ഈ പരിണാമം ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുമ്പോൾ പിന്നെ തിരക്കഥയുടെ കാര്യത്തിലും ഈ ഹാസ്യം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുകയാണ് സംവിധായകൻ. ഇനി അടൂർ വാസിയോ ബഹദൂറോ ഒക്കെ നിങ്ങളിനി കുറച്ച് എന്തെങ്കിലും കാണിക്കുമെന്ന് പറയുകയാണ്. ഇപ്പം അങ്ങനെയല്ല, എല്ലാം കൃത്യമായിട്ട് തിരക്കഥ വച്ചിട്ടാണ് ചെയ്യണത്. പിന്നെ ഈ നാടകത്തിൻ്റെ പറയുമ്പോഴാണ് ഈ CB രാമൻപിള്ള കുറച്ച് ആക്ഷേപഹാസ്യ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടില്ല, നമുക്ക് അത്ഭുതം തോന്നും. അത് കുറുപ്പില്ലാക്കളരി, ബട്ട്ലർ പപ്പൻ എന്നൊക്കെ പറഞ്ഞു ആ ഘനഗംഭീരമായിട്ടുള്ള ഭാഷയിൽ ചരിത്രാഖ്യായികളെ എഴുതി ആ CB രാമൻപിള്ള ഇങ്ങനെ എഴുതുമെന്ന് നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ പെട്ടെന്ന് ഒരു ഓർത്തത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഹാസ്യത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത്, എല്ലാവരും ഉത്തരം പറയുക. ഈ ഹാസ്യം എന്നൊരു മേഖലയിലേക്ക് മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അത് മനഃപൂർവ്വം അങ്ങനെ പോവാം എന്ന് വിചാരിച്ചിട്ട് ആണോ, അതോ അതിൽ എത്തിപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ഇപ്പോൾ നമ്മുടെ ഇതിലെ ഏറ്റവും മൂത്ത ആളായിട്ടുള്ള കൃഷ്ണ പൂജപ്പുര ആദ്യം അതിന് ഉത്തരം പറയും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണകുമാർ. കൃഷ്ണ പൂജപ്പുര എന്നുള്ള തൂലികാനാമത്തിൽ ലേഖനങ്ങളും തിരക്കഥകളുമൊക്കെ എഴുതുന്നു. ക്രാഫ്റ്റിൻ്റെ ഈ സെഷൻ വാസ്തവത്തിൽ വളരെ സന്തോഷം തോന്നി. നർമ്മത്തിന് വേണ്ടി ഒരു സെഷൻ, അത് അപൂർവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിൽ ക്രാഫ്റ്റിനോട് നർമ്മത്തിൻ്റെ പേരിൽ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ചോദിച്ച ചോദ്യം, ഞാൻ എങ്ങനെയാണ് നർമ്മത്തിലേക്ക് വന്നത്? തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. EV കൃഷ്ണപിള്ള ആരാണെന്ന് അറിഞ്ഞൂടാ, CV രാമൻപിള്ള അറിഞ്ഞൂടാ, സഞ്ജയനോ കുഞ്ചൻ നമ്പ്യാരോ അറിഞ്ഞൂടാ. കുഞ്ചൻ നമ്പ്യാരെ കേട്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ അല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ പാറശാല എന്ന് പറയുന്ന നമ്മുടെ അതിർത്തി ഗ്രാമത്തിലെ ആളായിരുന്നു. ഇപ്പോൾ ഇല്ല. അദ്ദേഹം നിരന്തരം, ഇപ്പോൾ എൻ്റെ അച്ഛനെ എല്ലാവർക്കും അച്ഛൻ എന്ന് പറഞ്ഞാൽ ഹീറോയാണ്, അതൊക്കെ മാറ്റിവെച്ച് പറയുകയാണ്. ഇത്രയും അനർഗളമായിട്ട് അങ്ങോട്ട് നർമ്മം എന്ന് വരുന്നത് ഞാൻ അത്ഭുതപ്പെടും. ഇത് എങ്ങനെയാണ് തോന്നുന്നത്? കൗണ്ടറുകൾ, അത് അച്ഛന് മാത്രമല്ല, ഈ പാറശാല എന്ന് പറയുന്ന പ്രദേശത്തെ ആ തമിഴ്, അതിൻ്റെ സ്വാധീനം കൂടെ ഉണ്ടാവും. ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ആ കാർഷിക വൃത്തിയുടെയും ഒക്കെ ഇതുണ്ടാവും. അവരുടെയൊക്കെ ആ ഒരു തലച്ചോറിൽ നിന്ന് ഇപ്പോൾ എനിക്കൊരു തിരക്കഥ എഴുതണമെങ്കിൽ ചിലപ്പോൾ 2-3 മാസം എടുത്ത് വെട്ടി തിരുത്തി ലേഖനമാണെങ്കിലും എല്ലാം പക്കയാക്കി അയക്കാം. പക്ഷെ അതല്ല, അവിടെ നർമ്മം പടയെന്നങ്ങ് വരികയാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ട്, ഞങ്ങളോടൊക്കെ അങ്ങനെ നർമ്മം പറയില്ലെങ്കിലും കൂട്ടുകാരോടും ഒക്കെ നർമ്മം പറയും. എൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന് അച്ഛനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അച്ഛൻ പറഞ്ഞത്, എൻ്റെ സൃഷ്ടി പ്രകാശിപ്പിക്കാൻ സന്തോഷമുണ്ടെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ചെറിയ ചെറിയ നേരം പോക്കുകളും ഒക്കെ പറഞ്ഞിട്ട് ഇത് കണ്ട് ഞാൻ വളർന്നു. അക്കാലത്ത് വെള്ളിയാഴ്ചകൾ ചെറിയ ഇതായിരുന്നപ്പോൾ, കുട്ടിയായിരുന്നപ്പോൾ വെള്ളിയാഴ്ചകളിൽ ഒരു വാരിക വരുന്നുണ്ട്. അച്ഛനിത് വായിച്ച് ചിരിക്കുന്നുണ്ട്. എന്താണ് ഇത് അറിയാനൊരു കൗതുകമായി. അപ്പോഴാണ് അറിയുന്നത് ബോബനും മോളിയും എന്ന് പറഞ്ഞൊരു സംഭവം മലയാളത്തിൽ നടക്കുകയാണ്. മലയാള മനോരമ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ അവസാന പേജിൽ അതൊരു അത്ഭുത ലോകമായിരുന്നു. ഒരു 12 കോളത്തിൽ ഒരു പുതിയ ലോകം, ചിരിയുടെ ഒരു ലോകം. എൻ്റെ തലമുറയ്ക്കല്ല, എൻ്റെയും എൻ്റെ തൊട്ട് അടുത്ത 2 തലമുറയ്ക്കുമൊക്കെ അതൊരു വാതായനം തുറന്നിട്ട്, ചിരിയുടെ വാതായനം തുറന്നിട്ട ഒരു ലോകമായിരുന്നു ബോബനും മോളി. ഇതിൻ്റെ അടുത്ത സെഷൻ അതാണ് അതെന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ അത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്, ഞാൻ നീണ്ടുപോകുന്നുണ്ടോ? എല്ലാവർക്കും അല്ല, നീണ്ടുപോവുകയാണോ? ഇരിക്കുമ്പോഴാണ് സുകുമാർ എന്നും വേളുകൃഷ്ണൻകുട്ടി എന്നും പറയുന്ന ചില ആൾക്കാർ നർമ്മം എഴുതുന്നു എന്ന് ഞാൻ ഇതിൽ കൂടെ അറിയുന്നത്. അപ്പോൾ സുകുമാർ സാറിൻ്റെയൊക്കെ നർമ്മം എനിക്കങ്ങ് വളരെ കൗതുകം. അദ്ദേഹത്തിൻ്റെ മലയാള നാട്ടിലെ കഷായം എന്ന് പറയുന്ന പരമ്പര, കഷായം സാറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. പൊതുജനം പലവിധം. ഞാൻ സാറിൻ്റെ പേരിൽ ഒരു നർമ്മം റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ, സുകുമാർ സാറിൻ്റെ പേരിൽ ഒരു നർമ്മം റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ പൊതുജനം പലവിധം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത്യപാര പുസ്തകമാണ്. നമുക്കെന്താണ് അത് മറ്റൊരു തലത്തിലേക്ക് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ സുകുമാർ സാറിൻ്റെ നേരം പോക്ക്, ഈ മലയാള നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ തന്നെ അവസാനം ചെറിയ ജോക്കുകളുണ്ട് എല്ലാം. അതിലൊന്ന്, ഭാര്യയ്ക്ക് ഓപ്പറേഷൻ നടക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇനി അരമണിക്കൂർ കൂടിയേ അവർ ജീവിച്ചിരിക്കുകയുള്ളൂ. ഇത് ഭർത്താവിനോട് പറയണം. ഡോക്ടർ വാതിൽ തുറന്നിറങ്ങി. അപ്പോൾ പാവത്താൻ ഭർത്താവ് കസേരയിൽ ഇരിപ്പുണ്ട്.
അപ്പോൾ ഡോക്ടർ ചെന്നു. അപ്പോൾ ഒറ്റയടിക്കങ്ങ് ഭാര്യ അരമണിക്കൂർ കൂടി ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വല്ലതും വന്നാലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഒന്ന് ബിൽഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇദ്ദേഹം പറയുകയാണ്, ചേട്ടാ ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്, ചേട്ടാ സഹിക്കണം, സഹിക്കാൻ പഠിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ സഹനശക്തിയുടെ ഒരു പ്രതീകമാണ്. സഹിക്കണം. ചേട്ടൻ്റെ ഭാര്യ ഇനി അരമണിക്കൂർ കൂടിയേ ജീവിക്കുകയുള്ളൂ. അപ്പം അയാളുടെ മറുപടി, സഹിക്കാൻ ഡോക്ടറെ, സഹിക്കാം. കഴിഞ്ഞ 30 വർഷം ഇവിടെ സഹിക്കാമെങ്കിൽ ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറോടെ സഹിക്കാനാണോ പ്രയാസമെന്ന്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം അവസാനത്തെ പഞ്ച്, അവസാനത്തെ വരിയിലാണ് അതിൻ്റെ നർമ്മം. അതില്ലെങ്കിൽ പോയി. അപ്പോൾ ഇത് സുകുമാർ സാർ ഇതിൻ്റെ ഒരു ഉസ്താദായിരുന്നു. ഒരു പയ്യൻ ക്ലാസ്സിലെ അടുത്തിരിക്കുന്നവൻ്റെ മകൻ അടുത്തിരിക്കുന്നവൻ്റെ പെൻസിലോ റബ്ബറോ എന്തോ മോഷ്ടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അച്ഛൻ അവനെ പിടിച്ചങ്ങ് അടിക്കുകയാണ്. അവസാനം മകൻ കരയുന്നത് കണ്ടപ്പോൾ അച്ഛന് വിഷമം തോന്നി. അവനെ വിളിച്ച് ആശ്വസിപ്പിച്ചു. മക്കളെ, നീ ഇങ്ങനെ അടുത്തിരിക്കുന്നവൻ്റെ പെൻസിലും റബ്ബറും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലയോ അച്ഛൻ അടിച്ചത്. നിനക്ക് പെൻസിലോ റബ്ബറോ വേണമെങ്കിൽ അച്ഛൻ്റെ കൂടെ പറഞ്ഞാൽ പോരെ, അച്ഛൻ ആപ്പീസിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഇത്തരം ഞാനിതൊക്കെ ചിന്തിക്കും. ഇത് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു ഒരു സിനിമ ലേഖനം എഴുതാൻ പറ്റും. പക്ഷേ ഇതുപോലെ ഒരു പഞ്ച് ലൈൻ നേരം പോക്കുകൾ, അവസാന വരിയിലാണ് അതിൻ്റെ സാധനം ഇരിക്കുന്നത്. അത് തീർന്നാൽ പോയി, പഞ്ച് ലൈൻ ചീറ്റിപ്പോവും. അപ്പോൾ ഇത് സുകുമാർ സാർ, വേളു കൃഷ്ണൻകുട്ടി സാറ് തെങ്ങണായുടെ അഖിലേന്ത്യാ പര്യടനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് വേളു കൃഷ്ണൻകുട്ടി സാറിൻ്റെ. 150 പുസ്തകം എഴുതി വേൾഡ് റെക്കോർഡാണ്. സ്റ്റീഫൻ ലീക്കോക്കിൻ്റെയൊക്കെ എത്രയോ മുകളിൽ പോയ ആളാണ്. എൻ്റെ ഭാഷയോടുള്ള സ്നേഹം കൊണ്ട് പറയുകയല്ല, വേളു കൃഷ്ണൻകുട്ടി സാറിൻ്റെ പുസ്തകങ്ങൾ. തെങ്ങണായുടെ അഖിലേന്ത്യാ പര്യടനം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, വായിക്കണം, ഉറപ്പായിട്ട് വായിക്കണം. അപ്പം അങ്ങനെ വായിക്കുന്നു. അത് കഴിഞ്ഞ് സഞ്ജയൻ EV എന്ന് പറയുന്ന പ്രതിഭകളിലേക്ക് എത്തുന്നു. സഞ്ജയൻ അതും വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. നമ്മുടെ മലയാളത്തിലെ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷം, അത് വലിയ ഗ്യാപ്പായിരുന്നു നർമ്മ സാഹിത്യത്തിന്. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം അതിനിടയ്ക്കൊക്കെ പല്ല് എഴുതിയിട്ടുണ്ടെങ്കിലും പിന്നീട് 2 നക്ഷത്രങ്ങൾ വന്നത് EVയും സഞ്ജയനുമാണ്. അവർ രണ്ടുപേരും EV കൃഷ്ണപിള്ള 46-ാം വയസ്സിൽ മരിച്ചു. സഞ്ജയൻ 39-ാം വയസ്സിൽ മരിച്ചു. സഞ്ജയൻ്റെ ഉദ്ധരണികൾ, കരലരിഞ്ഞാലും തലപുകഞ്ഞാലും ചിരിക്കണം അതേ വിദൂഷകധർമ്മം. മകൻ മരിച്ച് 7 വയസ്സുള്ള ഏക മകൻ മരിച്ച് അടുത്ത ആഴ്ച എഴുതിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള സഞ്ജയൻ, EV കൃഷ്ണപിള്ള, പ്രാക്ടിക്കൽ ജോക്കിൻ്റെ ഉസ്താദ് കൂടിയായിട്ടുള്ള EV കൃഷ്ണപിള്ള, അന്ന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും വരാത്തൊരു സമയം ആരെക്കുറിച്ച് വിമർശിക്കാം. കുഞ്ചൻ നമ്പ്യാരെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ദൈവങ്ങളെക്കുറിച്ചാണ്. ആദ്യം അമ്പലപ്പുഴ ഇതിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് ഏറ്റവും കളിയാക്കുന്നത് ദൈവങ്ങളെ വെച്ചിട്ടാണ്. EV കൃഷ്ണപിള്ളയുടെ അത്തരം സംഗതികളുണ്ട്. നമുക്കിപ്പോൾ ഒരു നർമ്മ സഹസായുണ്ട്. ഈ കറക്റ്റ്നെസ് ഒക്കെ മാറ്റിവെച്ച് ഞാനൊന്ന് പറയാം. EV കൃഷ്ണപിള്ളയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രാക്ടിക്കൽ ജോക്കുകളിലെന്ന് അദ്ദേഹത്തിൻ്റെതായിട്ട് പറയുന്നത്, മുറിയിൽ അദ്ദേഹം വക്കീൽ ഇതായിരുന്നു. മുറിയിൽ പരമശിവൻ്റെ പടം നോക്കിയിട്ട്, ഫോട്ടോ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, അവനെ സ്തുതിക്കണം, അവനെ സ്തുതിക്കണം. അപ്പോൾ ജൂനിയർ ചോദിച്ചു, ആരെ സ്തുതിക്കണമെന്നാണ് ചേട്ടാ? ഭഗവാന്റെ കാര്യമാണ്. പറഞ്ഞു, അല്ലടാ, നീ ഭഗവാന്റെ കഴുത്തിൽ നോക്ക്, എന്തുമാത്രം പാമ്പുകൾ, 8 അടി മൂർഖൻ, ശംഖുവരെ. പക്ഷെ ഭഗവാന്റെ മുഖം നോക്ക്, എന്ത് ക്ലീനായിരിക്കുന്നു, മീശയില്ല, താടിയില്ല. അപ്പോൾ ഇത്രയും പാമ്പുകളുടെ ഇടയിലൂടെ കൈയിട്ട് ഭഗവാന്റെ മുഖം മിനുക്കുന്ന ആളുണ്ടല്ലോ, അവനെ സ്തുതിക്കണമെന്ന്. ഇത് ഭഗവാൻ കേട്ടാലും ആശാനം ഒന്നുകൂടെ പറ, EV കേൾക്കട്ടെ, അടിപൊളി എന്നേ പറയുള്ളൂ, അല്ലാതെ ഇവൻ ഇത് ഒന്നുമില്ല. അപ്പോഴങ്ങനെ അത്തരം അതിലേക്ക് വന്നു. ഞാൻ ഒരുപാട് ആയിപ്പോണു. കാരണം 3 മണിക്ക് പല റൗണ്ടുകളും ഉണ്ട്, പലതും ഒക്കെ പറയാനുള്ള. ഒരു പ്രസംഗകൻ പ്രസംഗിച്ച് അങ്ങ് പോവുകയാണ്. സദസ്സ് മുഷിയുന്നു, അധ്യക്ഷൻ മുഷിയുന്നു, ബാക്കി എല്ലാവരും മുഷിയുന്നു. ഇയാൾ നിർത്തുന്നില്ല. അവസാനം ചടങ്ങിന് വേണ്ടി വാച്ചിലൊന്ന് നോക്കി. അപ്പോൾ പറയുന്നൊരു അഭിപ്രായം വന്നു, ചേട്ടാ വാച്ചിലല്ല, അങ്ങേപ്പുറത്തൊരു കലണ്ടർ തൂക്കിയിട്ടുണ്ട്, അതിലോട്ട് നിന്ന് നോക്കാൻ, ദിവസമാണ് മാറിയിരിക്കുന്നതെന്ന്. അപ്പോൾ അടുത്ത ഞാൻ സുനീഷ്, എൻ്റെ പേര് സുനീഷ് എന്നാണ്. കൃഷ്ണേട്ടൻ രസകരമായി ഒരുപാട് വർഷം കാലം കൃഷ്ണേട്ടൻ ടെലിവിഷൻ പരിപാടികളിലെ എഴുത്തുകാരനായതുകൊണ്ട് രസകരമായ കുറേ തമാശകൾ, തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവമുള്ള തമാശകൾ അദ്ദേഹം പറയും. രസകരമായിരുന്നു. എൻ്റെ ഇതേപോലെ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര തമാശക്കാരാണ്. അച്ഛൻ കുറച്ച് നേരത്തെ മരിച്ചുപോയി. അമ്മ ഭയങ്കര കൗണ്ടർ അടിക്കുന്ന ആളാണ്. അങ്ങനെ ഇത് എങ്ങനെ ഒത്തുവന്നു അറിയില്ല. ബോബനും മോളിയും അമ്മ ഭയങ്കരമായിട്ട് ബോബനും മോളിയുടെ ആരാധികയാണ്. അപ്പോൾ അത് വായിച്ച് എനിക്കും അങ്ങനെ അതിനോട് താല്പര്യം തോന്നി വന്നതാവാം. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അച്ഛൻ പറഞ്ഞു, ഇടാ, ഞാൻ നിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചുകൂടെ കൊണ്ടുവന്നപ്പോൾ അവൾ എൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞാൻ വിചാരിച്ചു, എൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥിയായതുകൊണ്ട് അവൾക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരു ചായ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അമ്മയ്ക്ക് ആദ്യമായി, നീ എൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥിയല്ലേ, ഇതാ നിനക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് അതിഥിയായ നിന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാനിതാ ചായ ഇട്ട് തരുന്നു. കഴിഞ്ഞ 16 വർഷമായിട്ട് ആ ചായ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഇടുന്നത്
എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ അച്ഛൻ്റെ ആ തമാശ അതിന് അമ്മയ്ക്കും കിട്ടി. അപ്പം ഇത് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ട് ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒരു 3 പൊട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാനിങ്ങനെ അടിയുണ്ടാക്കിയതാണ്. 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബട്ടൺസൊക്കെ പൊട്ടി. ആരുമായിട്ട് അടിയുണ്ടാക്കി. ഞാൻ ആ 2Bയിലെ സുമേഷുമായിട്ട് അടിയുണ്ടാക്കി. അപ്പോൾ നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ, അച്ഛൻ എന്തോ ജോസ് പ്രകാശ് വില്ലൻ വരുന്ന പോലെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അച്ഛൻ വരാൻ വേണ്ടി. കാരണം അടി കിട്ടും, ഉറപ്പാണ് അടി കിട്ടും. അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, പിള്ളേരെ തല്ലി വളർത്തിയിരുന്ന കാലമാണ്. നല്ല തല്ല് മേടിച്ച് വളർന്ന ഒരാളാണ് ഞാനും. അപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ വൈകുന്നേരം വന്നു. അച്ഛൻ പേടിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സുജയ പാർവതിയൊക്കെ പോലെ അമ്മ ലൈവ് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ആരുമായിട്ട് അടിയുണ്ടാക്കിയത്? ഞാൻ പറഞ്ഞില്ല, സുമേഷുമായിട്ട് 2ാം ക്ലാസ് 2Bയിലെ. അവൻ്റെ ഷർട്ടിൻ്റെ എത്ര ബട്ടൺ പൊട്ടി? അവൻ്റെ ഷർട്ടിൻ്റെ 6 ബട്ടണും പൊട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, ഇനി തല്ലുണ്ടാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. പ്രതീക്ഷ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അമ്മ അച്ഛനെ ഇങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി മുറിക്കകത്ത്. അവർ തമ്മിൽ എന്തൊക്കെയൊക്കെ സംസാരിച്ചു. പുറത്തിറങ്ങി വന്നപ്പോൾ അച്ഛൻ്റെ ഷർട്ടിൽ 9 ബട്ടണും പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തരം തമാശകളിൽ നിന്നാവാം ഒരു പക്ഷേ എന്നിലെ അല്ലെങ്കിൽ ഒരു തമാശ എഴുത്തുകാരൻ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് മിമിക്രി സ്റ്റേജുകളിലാണ് ഞാൻ പെർഫോം ചെയ്ത് തുടങ്ങിയത്. ആ കൂട്ടത്തിൽ തമാശ പറയണമെന്നുള്ളത് കൊണ്ട് തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അച്ഛൻ അത്യാവശ്യം നന്നായി വായിക്കുന്ന ആളായത് കാരണം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. അതിൽ അന്നും ഈ മിമിക്രിയിലെ തമാശ പറയുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയ തമാശകൾ പറയണമെന്നുള്ളത് കൊണ്ട് അത്തരം VKN പോലുള്ള ആളുകളെ കൂടുതൽ വായിച്ചു. അഴീക്കോട് മാഷിൻ്റെ പുസ്തകങ്ങളും അഴീക്കോട് മാഷിൻ്റെ പ്രസംഗങ്ങൾ എവിടെ ഉണ്ടെങ്കിലും കേൾക്കാൻ പോകും. അപ്പം ഞാൻ അഴീക്കോട് മാഷിനെ ഇമിറ്റേറ്റ് ചെയ്യും, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചു മുമ്പ് കൃഷ്ണേട്ടൻ പറഞ്ഞൊരു കാര്യം, ഭാര്യാഭർത്തൃ ബന്ധത്തിനൊരു കാര്യം അഴീക്കോട് മാഷ് പറയുന്നത് പോലെ പറയാം. അപ്പോൾ ഈ കൂട്ടത്തിൽ മിമിക്രിക്കാരൻ എന്നുള്ളത് കൊണ്ട് അതുകൂടെ ചേർത്ത് പറയാം. അപ്പോൾ അഴീക്കോട് മാഷ് പറഞ്ഞത്, എങ്ങനെയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിൽ ടെൻസിങ് എത്തിയത് എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. ടെൻസിങ് സ്വന്തം ഭാര്യയുമായി വഴക്കിട്ടിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഒറ്റ ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയായിരുന്നു. അയാൾ പോയിട്ട് ഏതാണ്ട് 8848 മീറ്റർ, അതായത് ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്നും എന്തുമാത്രം അകലെ പോകാമോ അങ്ങനെയാണ് അയാൾ ആ 8848 മീറ്റർ ഉയരെ വരെ പോയത്. അവിടെ നിന്നിട്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞത്, താഴോട്ട് ഇറങ്ങി വച്ചിട്ടുണ്ടോന്നാണ് കേട്ടോ എന്നാണ്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് എന്നാണ്. അപ്പൊ പുള്ളി അദ്ദേഹത്തിന്റെ ഞാനൊരു തമാശ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് പുള്ളി തുടങ്ങുക. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയും, നേരത്തെ ഇപ്പം കൃഷ്ണേട്ടൻ പറഞ്ഞ് നിർത്തിയത് ഈ പ്രസംഗത്തിന്റെ കാര്യമാണ്. അപ്പോൾ എവിടെയോ ഒരാൾ ഗംഭീരമായി ഇതുപോലെ പ്രസംഗിച്ച് എല്ലാവരും കൊഴിഞ്ഞു പോയി. അവസാനം ഒരാൾ മാത്രമായി. അപ്പൊ അയാളോട് ചോദിച്ചു, നീ മാത്രം ഇവിടുന്ന് പോകുന്നില്ല, നിനക്ക് അത്രത്തോളം എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ മൈക്ക് സെറ്റുകാരനാണ്, നിങ്ങൾ നിർത്തിയിട്ട് വേണം ഊരിക്കൊണ്ട് പോകാൻ എന്നതുപോലെയാണല്ലോ. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ പോലെ തമാശ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 2 മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് ചിരി എന്നതാണ്. അപ്പോൾ ചിരിക്കാൻ കഴിയുക ഭയങ്കര വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. ഞാനിപ്പോൾ ചിരിക്കുന്നത് രാവിലെ MV ഗോവിന്ദൻ മാഷിന്റെ പത്രസമ്മേളനം ലൈവായിട്ട് ഉണ്ടോ എന്ന് നോക്കും, അതിരുന്ന് കാണും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ അങ്ങനെ ചിരി ശീലിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാക്കി ഇനി ദീപു പറയും. നമസ്കാരം, ഞാൻ ദീപു പ്രദീപ്. ക്രാഫ്റ്റിന്റെ 4ാമത്തെ എഡിഷൻ ഇവിടെ ഈ ഒരു സെഷനിലേക്ക് എന്നെ വിളിച്ചില്ല എന്നതിന് നന്ദി പറയുന്നു. ഇവരെ രണ്ടുപേരെയും പോലെ പറച്ചില് ചിരി കൊണ്ടുവരാൻ എനിക്ക് കഴിയാറില്ല, എഴുത്തിലാണ് പിന്നെയും പറ്റാറ്. അപ്പൊ എങ്ങനെ തമാശയിലേക്ക് അല്ലെങ്കിൽ ഹാസ്യം തിരഞ്ഞെടുത്തു, ഹാസ്യം എഴുതി തുടങ്ങിയെന്ന് പറയാവുന്നതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഞാൻ ബ്ലോഗിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നത്തെ കഥകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. തോന്നുന്ന കഥകളൊക്കെ ഇങ്ങനെ എഴുതി ഒരു ഘട്ടത്തില് അന്ന് ഈ ബ്ലോഗേഴ്സിന്റെ ഇടയിൽ നല്ല ഹാസ്യ എഴുത്തുകാരുണ്ടായിരുന്നു. സജീവ് എടത്താടൻ, മൊത്തം ചില്ലറ, വിനു സേവ്യർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല ഹാസ്യം എഴുതുന്ന, അപ്പൊ നമുക്ക് വരിയിലൂടെ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് പേരെ കണ്ടു. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അതിനെ ഒന്ന് രസകരമായിട്ടൊന്ന് പ്രസന്റ് ചെയ്ത് നോക്കിയതാണ്. അതിന് അത്യാവശ്യം റീച്ച് കിട്ടി. അപ്പോൾ ബ്ലോഗിന്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴേ കമന്റിൽ പറയും, ഇത് ഇവിടെ ചിരിച്ചു, ഇത് നന്നായി എന്ന് പറയുമ്പോൾ ഓക്കെ അടുത്തതിലേക്ക് കയറാണ്. പിന്നെ
ആ ഒരു തമാശയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം ചുറ്റും വരുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുതും. ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീട്ടിനകത്ത് ഒരു വട്ടം ഒരു പെരുമ്പാമ്പ് വന്നു. അപ്പോൾ ആ പെരുമ്പാമ്പ് വന്നിട്ട് ഒരു 10-20 പേര് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും കൂടി പാമ്പെടുത്തക്കാരൻ വന്നു. ഇയാൾ വാലിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പെരുമ്പാമ്പ് വിടുന്നില്ല, ഇയാളെ വിടുന്നില്ല. ഇയാളാണെങ്കിൽ പാമ്പിനെ വിടാതെ ചുറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിസാർ എന്ന് പറഞ്ഞിട്ട്. നിസാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു, ദീപുവിന് അടുത്ത കഥയ്ക്കുള്ളതായിരുന്നു. അപ്പോൾ അവിടുന്ന് പോലും ഈ ആൾക്കാർ ഇങ്ങനെയാണ് ഞാനിത് എഴുതുമെന്നാണ് എൻ്റെ കൂട്ടുകാർ വിചാരിക്കുന്നത്. ഞാനത് എഴുതുകയും ചെയ്തു. ആ കഥ പുസ്തകത്തിലും വന്നിട്ടുണ്ട്. പെരുമ്പാമ്പിന്റെ എന്നാണ് ആ കഥയുടെ പേര്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇൻസിഡന്റുകളെ എങ്ങനെയൊക്കെ ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കാമെന്നാണ് ഞാനിപ്പോൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്തും സംഭവിക്കുമ്പോഴും അതിനകത്ത് ഒരു ഹ്യൂമറിന്റെ ഒരു ആംഗിൾ കൊണ്ടുവരാൻ ശ്രമിക്കും, എവിടെ തമാശ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് ചിരി എന്നുള്ളത് എപ്പോഴും മനുഷ്യന്, നേരത്തെ പറഞ്ഞ പോലെ, മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ എന്റർടൈൻമെന്റ് എന്നുള്ള വാക്ക് മനുഷ്യരുള്ളിടത്തോളം കാലം ഉണ്ടാവും. അപ്പൊ ചിരി ഒരിക്കലും മരിക്കില്ല എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. എവിടെ എങ്ങനെയൊക്കെ ചിരി കൊണ്ടുവരാൻ തന്നെയാണ് ഓരോ വരിയിലും ശ്രമിക്കാറുള്ളത്. കഥകൾ എഴുതുമ്പോൾ പറ്റുന്ന കൂടുതലും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ അമളികളും അബദ്ധങ്ങളും. അത് തന്നെ വരച്ചിടുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ അബദ്ധങ്ങളിൽ നിന്നാണ് എപ്പോഴും ചിരി ഉണ്ടാവുന്നത്. പിന്നെ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ചിരി കിട്ടുമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സിനിമയിൽ ഹരിഹർ നഗറിൽ മറ്റേ അവര് തമാശയ്ക്ക് പറയുന്ന ഒരു കഥ സത്യമാവുന്നു എന്ന് പറയുന്ന ആ സിനിമയിൽ മൊത്തം ഹ്യൂമർ ഉണ്ട്. അതേപോലെ വാതില് തുറക്കുമ്പോൾ ഫിലോമിന ചേച്ചി അടിക്കുന്നത് ഭയങ്കര അപ്രതീക്ഷിതമാണ്. കുഞ്ഞിരാമായണത്തിൽ തന്നെ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ബിവറേജസ് പോയിട്ട് എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സുഖം എന്ന് പറയുന്നിടത്താണ് ചിരി കിട്ടുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന എന്തിനും നമ്മൾ ചിരിക്കും. അത് ചിലപ്പോൾ പിന്നീട് തിരിച്ച് ആലോചിച്ചിട്ടായിരിക്കും ചിരിക്കുക. അപ്പൊ അങ്ങനത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് ഈ എഴുത്ത് അന്ന് തുടങ്ങിയത് ഇങ്ങനെ തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതം എന്ന വാക്ക് പറഞ്ഞതുകൊണ്ട്, നമ്മൾ സിനിമയുടെ എഴുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീനിയേട്ടനെ ഓർക്കണം. അപ്പോൾ ശ്രീനിയേട്ടനെ ഞാനൊരു ദിവസം ശ്രീനിയേട്ടനെ ആദ്യം പരിചയപ്പെടുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് സുനീഷ് എന്നാണ്, സുനീഷ് വാരനാട്. ഞാൻ സിനിമ 1-2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, അക്രമകാരിയാണല്ലേ എന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യത്തിൽ ചിരി കിട്ടിക്കഴിഞ്ഞു. വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ആകെ 5-6 അക്ഷരമുള്ള ഒരു വാക്കാണ്. അപ്പോൾ അതിൽ കുറച്ച് മുമ്പ് ഞാൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കഥ, ഇന്നസെന്റ് ചേട്ടൻ ഇലക്ഷന് മത്സരിക്കാൻ പോകുന്ന വാർത്ത എല്ലാ പത്രങ്ങളിലും വന്നു. അപ്പോൾ അന്ന് ഇന്നസെന്റ് ചേട്ടൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നയാളാണ്. എല്ലാ പത്രക്കാരും എല്ലാ സിനിമാക്കാരും ഇന്നസെന്റ് ചേട്ടനെ വിളിച്ചു, എന്നിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്നസെന്റ് ചേട്ടൻ മത്സരിക്കുന്നു, ഞങ്ങളുണ്ട് പുറകിൽ. ശ്രീനിയേട്ടൻ മാത്രം വിളിച്ചില്ല. അങ്ങനെ ഇന്നസെന്റ് ചേട്ടൻ വൈകുന്നേരം ആയപ്പോൾ ശ്രീനിയേട്ടനെ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് എന്തുണ്ട് വിശേഷം? കുഴപ്പമില്ല, അങ്ങനെ പോണു. ഇപ്പൊ ശ്രീനിയേട്ടൻ, വിമലയ്ക്കും കുട്ടികൾക്കൊക്കെ സുഖമല്ലേ? ഇപ്പൊ അല്ല, കുഴപ്പമില്ല, അങ്ങനെ ആണ്. നിനക്ക് സിനിമയൊക്കെ ഉണ്ടാ? അപ്പോഴും ചോദിക്കുന്നില്ല ഇത്. കുഴപ്പമില്ല, സിനിമയൊക്കെ ഉണ്ട്. എന്നിട്ട് കുറച്ചു നേരം ഒന്നൊരു സൈലൻസ് ഇട്ടിട്ട്, നീ പത്രം ഒന്നും വായിക്കാറില്ലേ എന്ന് ചോദിച്ചു. ഇപ്പൊ ശ്രീനിയേട്ടൻ പറഞ്ഞ മറുപടി, ഞാൻ വായിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ എന്നാണ്. അപ്പൊ ഈ അങ്ങനെ അപ്രതീക്ഷിതം എന്ന വാക്കിൽ നിന്നുണ്ടാകുന്ന ഒരു പക്ഷേ ഏറ്റവും നന്നായി ഉപയോഗിച്ചിട്ട ആള് ശ്രീനിയേട്ടനാണ് നമ്മുടെ മലയാള സിനിമയിൽ. ഇനി അടുത്തൊരു ചോദ്യം എന്നല്ല, അതായത് ഈ പഴയ കാലത്തില്ലാതിരുന്ന ഇപ്പോൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുകയും അത് പാലിക്കാൻ വേണ്ടി ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത്. അപ്പോൾ പഴയ കാലത്ത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പഴയ ഇതെന്ന് പറഞ്ഞാൽ കൂത്തിലും, അല്ലെങ്കിൽ പുരുഷാർത്ഥ കൂത്തിലെ വിനോദം എന്നൊക്കെ പറയണതും എല്ലാവരെയും ജാതി വെച്ചും പലതരത്തിലും കളിയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പക്ഷേ അതിന് ഓഡിയൻസ് വളരെ കുറവാണുള്ളൂ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് സാഹിത്യത്തിലേക്ക് വരുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ അത് നോക്കിയിട്ടേ ഇല്ല. അടുത്ത കാലത്ത് നോക്കുമ്പോൾ VKN, ഇപ്പോഴാണെങ്കിൽ VKN അങ്ങനെയൊക്കെയുള്ള കൃതികളൊന്നും എഴുതാൻ പറ്റില്ല. അത് കുറേ അതിൽ നിന്ന് സ്വയം എഡിറ്റ് ചെയ്യേണ്ടി വരും, ഒരു സെൻസർഷിപ്പ് സ്വയം ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ലേ? ഇപ്പോൾ ഒരു സെൽഫ് കൺസ്ട്രെയിൻഡ്
വേണ്ടി വരാറുണ്ടോ? ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. അത് കാലത്തിൻ്റെ ഒരു മാറ്റം എല്ലാ മേഖലയിലും, അത് നർമ്മത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വളരെ ലെൻസ് വെച്ച് നിൽക്കുന്നുണ്ട്. അത് ഒരു പരിധി കുറച്ച് അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ അംഗവൈകല്യം അത് നമുക്ക് അത് അഫക്റ്റ് ചെയ്യുന്ന ആളിൻ്റെ, അതൊരു വിനോദം പറഞ്ഞാലും അത് ഒരു പെയിൻ വലുതാണ്. നമ്മൾ അത്തരം കാര്യങ്ങൾ ഞാൻ ഒരു പരിധിവരെ അതിനെ അംഗീകരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഒരു ജനറൽ ഇത് ഒന്നും ചെയ്യാൻ വയ്യാത്ത, ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറയും പോലെ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ സംജാതമാകുന്നത്, നേരത്തെ സുനീഷയോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഒന്നും പറയാൻ വയ്യാത്ത ഒരു സാഹചര്യം. ഒരു 10 വർഷത്തിന് മുമ്പ് ഞാൻ കേട്ടൊരു നേരം പോക്കാണ്. കഥയിലെ നായകർ കരുണാകരൻ, നമ്മുടെ ലീഡർ കരുണാകരനും മുൻ മുഖ്യമന്ത്രി EK നായനാരും, അത് അവരും കേട്ട് ആസ്വദിച്ച ഒരു നേരം പോക്കാണ്. രണ്ടുപേരും ഇരിക്കുന്നു ഒരു സായാഹ്നത്തിൽ. അപ്പോൾ കരുണാകരൻ പറയുകയാണത്രേ, നായനാരെ, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ എനിക്കൊരു ടെക്നിക്കുണ്ട് കേട്ടോ. അപ്പോൾ നായനാർ ചോദിക്കുന്നു, എന്താണ് കരുണാകരൻ ആ ടെക്നിക്ക്? അതായത് സംഗതി ഇതാണ്, ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ പോകുന്നു, ഭക്ഷണം കഴിക്കും, 150 രൂപയാകും, ഞാൻ 200 രൂപ കൊടുക്കും, അയാൾ 50 രൂപ ബാലൻസ് തരും. ഞാൻ പറയും വേണ്ട, 50 രൂപ താൻ തന്നെ വച്ചോ. പക്ഷേ ഒരു കാര്യം, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, താൻ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ഒരു ടാക്സി പിടിക്കുന്നു, 400 രൂപയാകും, 500 രൂപ കൊടുക്കും, 100 രൂപ ബാക്കി വരുമ്പം പറയും വേണ്ട വച്ചോ, കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. മറ്റിടത്ത് പോകുമ്പോൾ സിനിമയ്ക്ക് പോകുമ്പോൾ കൊടുക്കും. ഇത് കേട്ടിരുന്നിട്ട് നയനാർ പറഞ്ഞത്രേ, കരുണാകര, ഇതേ ടെക്നിക്ക് വെച്ചാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് പിടിക്കുന്നത്. അതെങ്ങനെ നയനാരെന്ന് ചോദ്യം. താൻ പറഞ്ഞതുപോലെ ഞാനൊരു ഹോട്ടലിൽ പോകുന്നു, 200 രൂപ ബില്ല് വരും, ഞാൻ 150 രൂപ കൊടുക്കും. അയാളോട് 50 രൂപയുടെ ബാലൻസ് ഉണ്ട്, അത് തന്നേ പറ്റുള്ളൂ. നമ്മൾ ഇല്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, പിന്നെ ഒരു കാര്യം, ഞാൻ കോൺഗ്രസ് പാർട്ടിക്കാരനാണ്, നീ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകുമെന്ന്. അപ്പോൾ ഇത് അവരും കേട്ട് ആസ്വദിച്ചതാണ് ഏതോ വേദിയിലൊക്കെ. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ അതിൽ വേറെ അർത്ഥങ്ങൾ വരും, വേറെ ചിരിക്ക് വേറെ മറ്റ് പലതരത്തിലും ഇവിടെ പറഞ്ഞതുപോലെ മറ്റു തരത്തിൽ മാറിപ്പോകുന്നു. ചിരി എന്ന് പറയുന്നത്, ചിരിയെക്കുറിച്ച് കേട്ട് എനിക്ക് വേറൊരു നർമ്മ സംഗതിയുണ്ട്. എപ്പോഴും ചിരി നമ്മൾ ആവശ്യമില്ലാത്തടത്തും ചിരിക്കും. ഇപ്പോൾ ഒരാൾ, നമ്മളൊരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾ ഒരു നേരം പോക്ക് പറയുന്നു, നേരം പോക്കേ ഇല്ല, പക്ഷെ നമ്മൾ ചിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓഫീസിൽ, സർക്കാർ ഓഫീസിൽ അവിടുത്തെ ഒരു ഡയറക്ടർ ഒരു നേരം പോക്ക് പറയുന്നു, എല്ലാവരും ചിരിച്ചു, ഒരു ക്ലാർക്ക് മാത്രം ചിരിച്ചില്ല. എല്ലാവരും പോയി കഴിഞ്ഞ് ഡയറക്ടർ ആ ക്ലാർക്കിനെ വിളിച്ചു വന്നു, നീ ചിരിക്കാത്തെന്തെന്ന് ചോദിച്ചു. അപ്പോൾ ആ ക്ലാർക്ക് പറയുകയാണ്, സാറേ എനിക്കിവിടുന്ന് ട്രാൻസ്ഫറായി, ഇനി പുതിയ ആഫീസിൽ ചെന്ന് ചിരിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചിരിയെക്കുറിച്ചൊന്നും ഇവിടെ ചോദിച്ച സംഗതി, പ്രത്യേകിച്ച് ഈ സ്റ്റേജ് ഷോ ചെയ്യുന്ന, സ്റ്റേജ് ഷോ അല്ല, സ്റ്റേജിലും തിരക്കഥയും എഴുത്തോടൊപ്പം സ്റ്റേജിലും ചെയ്യുന്ന സുനീഷിനെ പോലുള്ളവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം അത് പറഞ്ഞു. കാരണം ചില സമയത്ത് മനസ്സുകൾ ഇടുങ്ങുന്നത് കൊണ്ട് ആ കറക്റ്റ്നെസ് വരും, ചില സ്ഥലത്ത് മനസ്സ് വിശാലമാകുന്നത് കൊണ്ടും വരും. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ എനിക്കത് 2 തരത്തിലും കാണാൻ പറ്റുന്നുണ്ട്. ചിലത് നമ്മൾ നന്നായിട്ട് സഹതപിക്കുന്നുണ്ട്, സഹതാപം അർഹിക്കുന്നവരെ ഒരു റോങ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു മേഖലയുണ്ട്, കാണുന്നുണ്ട്. തിരിച്ചുമുണ്ട്. ഈ കറക്റ്റ്നെസ് ഇവിടെ ഇത് പറഞ്ഞതുപോലെ മുമ്പുണ്ടായിരുന്നെങ്കിൽ സഞ്ജയന് ഒരു വരി പോലും എഴുതാൻ പറ്റില്ല. സഞ്ജയൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ഭാര്യമാരെ, സ്ത്രീകളെ കളിയാക്കി ഇഷ്ടംമാതിരിയുണ്ട്, അപാരമായിട്ടുണ്ട്. അത് ആരും അന്ന് വായിച്ചവരില്ല. നമ്മളിപ്പോൾ തുറന്ന മനസ്സോടുകൂടി വായിക്കുമ്പോൾ നമ്മൾ വായിച്ച് സന്തോഷിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു നർമ്മ വേദിയായതുകൊണ്ട് സഞ്ജയൻ ഉറപ്പായിട്ടും എല്ലാ മലയാളികളും വായിച്ചിരിക്കേണ്ടതാണ്. എന്താണ് എഴുത്തതിൻ്റെ ഇങ്ങനൊരു, ഞാൻ വിശ്വസാഹിത്യത്തിൽ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, എല്ലാം വായിച്ച ആളല്ല. പക്ഷേ ഇദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നെങ്കിൽ സ്റ്റീഫൻ ലീക്കോ, ജെറോമോ ഉൾപ്പെടെ ഉള്ളവർ ഇതിൻ്റെ ഒരു പടി താഴെ നിൽക്കുള്ളൂ, ഉറപ്പാണ്. 40-ാം വയസ്സിൽ മരിച്ചുപോയി. ദുരന്ത ജീവിതമാണ്. നർമ്മത്തിൻ്റെ വേറൊരു സംഗതിയാണ്, എല്ലാവരും കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നു എന്നല്ല. സഞ്ജയൻ്റെ ജീവിതം മാടിമുടി കണ്ണീരായിരുന്നു. 3 വർഷം കഴിച്ചപ്പോൾ ഭാര്യ മരിച്ചു, ഏകമകൻ ക്ഷയരോഗം കൊണ്ട് മരിച്ചു. സഞ്ജയന് ക്ഷയരോഗം, മുതുകൊക്കെ വളഞ്ഞു തുടങ്ങി, വീട്ടിൽ കിടപ്പായി, എല്ലും തോലുമായി. പക്ഷേ അപ്പോഴും അദ്ദേഹം തമാശ പറഞ്ഞ് ചിരിക്കുകയും മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹോദരനെ പോസ്റ്റ് ഓഫീസിൽ അയച്ച്, 40കളിലെ കഥയാണ്, 1939-40 കഥയാണ്. പോസ്റ്റ് ഓഫീസിൽ അയച്ച് കാർഡുകൾ വാങ്ങിയിട്ട് അദ്ദേഹം എഴുത്തെഴുതുകയാണ്. എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്ക്, മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് എഴുതുന്നത്. ഞാൻ വായിച്ചതാണ്, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ. സഞ്ജയൻ്റെ തന്നെ ചരമവാർത്ത, നിങ്ങളുടെ സുഹൃത്തായിരുന്ന മാണിക്കോത്ത് രാമണ്ണി നായർ, തീയതി സമയവും മാത്രം ബ്ലാങ്ക് ഇട്ടിട്ട് 1939 1940 1941 1942 1943 1944 1945 1946 1947 1948 1949 1950 1951 1952 1953 1954 1955 1956 1957 1958 1959 1960 1961 1962 1963 1964 1965 1966 1967 1968 1969 1970 1971 1972 1973 1974 1975 1976 1977 1978 1979 1980 1981 1982 1983 1984 1985 1986 1987 1988 1989 1990 1991 1992 1993 1994 1995 1996 1997 1998 1999 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
എഴുതി മരണവാർത്ത എഴുതി പോയ ആളാണ് നമ്മുടെ മലയാളത്തിനെ എക്കാലത്തെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സഞ്ജയൻ. ഈ പറഞ്ഞ പോലെ അന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടെങ്കിൽ സഞ്ജയൻ ഒരു വരി എഴുതാൻ പറ്റില്ല, കുഞ്ചൻ നമ്പ്യാർക്ക് തൊടാൻ പറ്റില്ല, നാരായവും താളിയോലയും തൊടാൻ പറ്റില്ല, ഉറപ്പാണ്. അവിടുന്ന് തുടങ്ങും പ്രശ്നം. അമ്പലപ്പുഴയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മ വടക്കും. ദീപസ്തംഭത്തിനെ കുറിച്ച് എഴുതുമ്പോഴേ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണമെന്ന് പറഞ്ഞ് 2 വരിയിൽ ഒരു മഹാകാവ്യത്തിൻ്റെ അപ്പുറമാണ് സഞ്ജയൻ എഴുതിയത്, കുഞ്ചൻ നമ്പ്യാർ എഴുതിയത്. മറ്റാരെഴുതും? ഇന്നാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരില്ല, അപ്പോഴേ അകത്താണ് എന്തെങ്കിലും ഒരു കേസിൽ. അപ്പോഴ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ത് വേണമെന്ന് ഇപ്പം ഉണ്ട്, 2 തരത്തിലുമുണ്ട്. അതിൻ്റെ നടുക്കൂടെ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് കൈവീശാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ മറ്റവൻ്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് അതങ്ങ് നിർത്തിയിരിക്കണമെന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നർമ്മത്തിലുമുണ്ട്. അത് നമുക്ക് നർമ്മം എന്ന് പറഞ്ഞ ഒന്നുള്ളത് കൊണ്ട് മറ്റേയാളുടെ മനസ്സിലെ അങ്ങോട്ട് ഇടിച്ച് കയറാൻ വയ്യ. കഷ്ടപ്പാടിൻ്റെ നെഞ്ചത്ത് ചവിട്ടി അല്ല ചിരിക്കേണ്ടത്. അതിനപ്പുറം നമുക്ക് ഉണ്ടല്ലോ ചിരിക്കാനും ഒക്കെ ഒരുപാട് സംഗതികളുണ്ട്. ചിരിക്ക് മരണമില്ല, കരച്ചിലിന് മരണമില്ല ഉണ്ടെങ്കിൽ ചിരിക്കും മരണമുണ്ട്, ദേഷ്യത്തിന് മരണമുണ്ടെങ്കിൽ ചിരിക്കും മരണമുണ്ട്. ഇതിനൊന്നും മരണമില്ല, മനുഷ്യന് മരണമില്ലാത്തടത്തോളം കാലം ചിരിക്കും മരണമില്ല. അല്ല, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അതിൽ ഒരു പരിധി വരെയും ശരിയാണ്. പക്ഷേ ഈ സ്വയം കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം കഥാപാത്രത്തെ പരിഹസിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ നോക്കി ചിരിച്ച ചാർലി ചാപ്ലിൻ്റെ നാടാണ്, അല്ലെങ്കിൽ ചാർലി ചാപ്ലിനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ളൊരു പ്രതിഭ ഉണ്ടായിരുന്നൊരു സ്ഥലത്താണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ആ ഒരു സിറ്റുവേഷൻ കൂടി നോക്കിക്കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എഴുതാൻ എളുപ്പമുണ്ടാവും. ഞാൻ ബെഡായി ബംഗ്ലാവിൻ്റെ ആദ്യത്തെ കുറേയേറെ എപ്പിസോഡുകൾ എഴുതിയ ആളാണ്. ആദ്യത്തെ ഒരു ഏതാണ്ട് 170 എപ്പിസോഡുകളോളം ബെഡായി ബംഗ്ലാവിൻ്റെ റൈറ്ററായിരുന്നു. അപ്പോൾ ഈ ബെഡായി ബംഗ്ലാവ് നമ്മൾ യൂട്യൂബിൽ വന്നു തുടങ്ങിയ സമയത്ത് ആളുകൾ അതിന് താഴെ കമൻ്റ് എഴുതുന്നത് ധർമ്മജനെ വരേണ്യവർഗക്കാരനായ പിഷാരടി ചവിട്ടിത്താഴ്ത്തുന്ന രീതിയിലുള്ള തമാശകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും ഇത് എഴുതുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ധർമ്മജൻ അങ്ങനെ ജാതിയിൽ താഴ്ന്നവനാണെന്നും അല്ലെങ്കിൽ പിഷാരടി ജാതിയിൽ ഉയർന്നവനാണെന്നുള്ളൊരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. നമ്മളത് എഴുതുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പലപ്പോഴും മിമിക്രി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സ്കിറ്റുകൾ ടെലിവിഷനിൽ വരുമ്പോൾ അവർ ഇപ്പോൾ അനുഭവിക്കുന്നൊരു ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ എത്രത്തോളം കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലെയും അവരുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ തമാശകളാണ് അവർ പലപ്പോഴും അവതരിപ്പിക്കുക. അപ്പോൾ ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പൊളിറ്റിക്കലി കറക്റ്റ് ആവാനായിട്ട് ചാനലുകളും അതിനെ നിയന്ത്രിക്കുന്ന ഗ്രൂമിങ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു സ്റ്റേജ് പെർഫോമർ എന്ന നിലയിൽ സ്റ്റേജിൽ പലപ്പോഴും ഈ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടി പോയി ഞാൻ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഒരുപാട് സ്റ്റേജിൽ പറയുന്നയാളാണ്. അപ്പം ഞാൻ ഒരിക്കൽ ഇനി എനിക്കത് പറയാൻ കഴിയുമെന്നറിയില്ല. ഞാൻ അച്യുതാനന്ദൻ സഖാവിനെ സ്റ്റേജിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പല വേർഷൻസ് അവതരിപ്പിക്കും. അദ്ദേഹം പറഞ്ഞതല്ല, ഇത് നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനികൾക്കിവിടെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിങ്ങൾക്ക് മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ ആരോ ചോദിച്ചു ഹിന്ദുക്കൾക്കും ഒരു പള്ളി വേണ്ടേ? അപ്പോൾ ഇതാ വരുന്നു ഹിന്ദുക്കൾക്കായി പുതിയ പള്ളി, വെള്ളാപ്പള്ളി. ഇത് ആൾക്കാർ കാണുകയും അല്ലെങ്കിൽ ചിരിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പോൾ നമുക്കത് പറയാൻ കഴിയില്ല. കാരണം അച്ചുമാമ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എറണാകുളത്തെ ഒരു പരിപാടിയിൽ, അന്ന് ഞാൻ മാതൃഭൂമിയിലെ റിപ്പോർട്ടറാണ്, പത്രത്തിൽ ജോലി ചെയ്യുന്ന കേരളകൗമുദിയിലെ റിപ്പോർട്ടറാണ്. അപ്പോൾ അന്ന് അച്യുതാനന്ദൻ സഖാവ് സ്റ്റേജിൽ മലങ്കര സഭയുടെ വാർഷിക സമ്മേളനം സ്റ്റേജിൽ അതാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എഴുതി കൊടുക്കുന്നത് എല്ലാം വായിക്കുന്ന സഖാവിനെ നമ്മൾ കാണുക. അപ്പം ഞാൻ പുള്ളി സ്റ്റേജിൽ കയറിയിട്ട് ആശംസാ പ്രസംഗം വനം മന്ത്രി ബിനോയ് വിശ്വം 15 മിനിറ്റ്. അത് ബ്രാക്കറ്റില്ല, നമ്മൾ അറിയേണ്ട കാര്യമല്ല, അവിടെ എഴുതി വച്ചിരിക്കുക. അത് ആശംസാ പ്രസംഗം പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി 10 മിനിറ്റ്. റെവറൻ ഫാദർ മാർ ക്രിക്, റെവറൻ ഫാദർ മാർ ക്രിക്, പേര് വായിക്കൊള്ളാത്ത 2 പള്ളിയിലച്ചന്മാർ. ഈ മലങ്കര സഭയുടെ അവരുടെ മാർ ഗ്രിഗോറിയസ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇത് ഇപ്പം ഞാൻ സ്റ്റേജിൽ പറഞ്ഞ പ്രശ്നമാണ്. ഇപ്പം സ്റ്റേജിൽ പറഞ്ഞാൽ ഒരു പബ്ലിക് ഓഡിയൻസ് ആണെങ്കിൽ, ഒരു ക്ലബ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഓഡിയൻസ് അല്ലാത്ത സർക്കിളിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ
ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഡാ എന്നൊരു വിളി വരും. നമ്മൾ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലിയും കമ്മ്യൂണലിയും ഒക്കെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലായി അങ്ങനെ മാറിക്കഴിഞ്ഞു. ഇതല്ലെങ്കിൽ ആരെങ്കിലും ഷൂട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് അടി കൊടുത്താൽ പിന്നെ നമുക്ക് നമ്മുടെ താഴെ സൈബർ അറ്റാക്കായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഏത് സിറ്റുവേഷനിലാണ് ഇത് പറഞ്ഞത് എന്ന് പോലും കുറച്ചു മുമ്പ് കൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ നയനാർ സഖാവും കരുണാകരൻ എന്ന് പറഞ്ഞ രണ്ട് വലിയ ഭരണാധികാരികളൊക്കെ ചിരിയോട് താല്പര്യമുള്ളവരായിരിക്കണം. ഇവർ തമ്മിൽ ഈ നയനാർ സഖാവിന് ഒരു ഫോണിൻ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ പണ്ട് ഏഷ്യാനെറ്റിൽ. അപ്പൊ കരുണാകരൻ വിളിക്കുന്ന ഒരു ഫോണിൻ പ്രോഗ്രാമാണ്. ഇപ്പൊ അത് പറഞ്ഞപ്പോൾ ഓർത്താണ് ഞാൻ. അപ്പൊ ഇദ്ദേഹം വിളിക്കുകയാണ്, ആരാണ് വിളിക്കുന്നതെന്ന് തനിക്കൊന്ന് പറയാമോ എന്ന് ചോദിക്കണം. അപ്പം ആരായാലും പറ. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയുവാണേ, ആദ്യത്തെ ഞാൻ ക്ലൂ തരാം, എൻ്റെ പേര് ആദ്യത്തെ അക്ഷരം കരയിലുണ്ട് വെള്ളത്തിലില്ല. അപ്പൊ നയനാർ സഖാവ് കരയിലുണ്ട് വെള്ളത്തിലില്ല ആമ. അടുത്ത അക്ഷരം ഗുരുവിലുണ്ട് ശിഷ്യനിലില്ല. ഗുരുവിലുണ്ട് ശിഷ്യനിലില്ല ആശാൻ. മൂന്നാമത്തെ അക്ഷരം എറണാകുളത്തിലുണ്ട് കൊച്ചിയിലില്ല. കൊതുകായിരിക്കും. അടുത്ത അക്ഷരം കപ്പലിലുണ്ട് മക്കലില്ല. അങ്ങനെ എന്തുവാണ്? കൊപ്പിത്താൻ. അടുത്ത അക്ഷരം രണ്ടിലുണ്ട് മൂന്നിലില്ല. രണ്ടര. അവസാനത്തെ അക്ഷരം അച്ഛനിലുണ്ട് മോനിലില്ല. തന്റെ മകൻ മുരളി അല്ലാതാരാ എന്നാണ് അതിന്റെ ക്ലൈമാക്സ്. ഇവരൊക്കെ എത്രയോ രസകരമായി നമ്മളുടെ, എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് രസം. ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ എനിക്ക് US ഷോ ആയിരുന്നു. ഞാൻ ഇപ്പോൾ US ഞാൻ ചെല്ലുന്ന ദിവസമാണ് ട്രംപ് നമ്മുടെ ഇന്ത്യക്ക് തീരുവ പ്രഖ്യാപിച്ചത്. അപ്പം ഞാൻ ചെന്ന് സ്റ്റേജിൽ കയറി തുടങ്ങി എൻ്റെ ഷോയുടെ തുടക്കം ഞാൻ പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയും ഗ്രേറ്റ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വൈ അമേരിക്ക ഈസ് സോ ഗ്രേറ്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ട്രംപ് മറുപടി പറഞ്ഞത്, the world's one and only communist chief minister will always comes to our country for treatment എന്നാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഒരു മുതലാളിത്ത രാജ്യത്തിലേക്ക് വരുന്നത് ട്രംപ് പറയുന്നു എന്ന രീതിയിലാണ് ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ അത് അവിടുത്തെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇന്ത്യക്ക് തീരുവ വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഇവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ ട്രംപ് അറിയാതെ പിണറായി വിജയൻ സഖാവുമായി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ 100 രൂപയുടെ ജവാൻ റം 450 രൂപയ്ക്കാണ് ഈ ബിവറേജിൽ കൊടുക്കുന്നത്. അത്രയ്ക്ക് നമുക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു കുഴപ്പമില്ല, അവർ ടാക്സ് എത്ര അടിച്ചാലും യാതൊരു കുഴപ്പമില്ല, അങ്ങനെയാണ് തീരുവ ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കൈയടിച്ചു. പക്ഷെ ഇത് ഞാൻ അമേരിക്കയിലെ സ്റ്റേജിലായതുകൊണ്ട് പറഞ്ഞതാ. ഇതിപ്പോൾ ഈ പുള്ളിക്കൻ ചേട്ടൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ താഴെ വന്നോളും. എനിക്ക് അപ്പം പണി ആരെങ്കിലും വരും. ഇത് വെച്ചാൽ നമ്മൾ എത്രത്തോളം നമ്മളിങ്ങനെ ചിരിയെക്കുറിച്ചൊക്കെ മറന്നുപോയി. ഇവിടെ എല്ലാം അതിനകത്ത് അവൻ പറഞ്ഞതിൽ പൊളിറ്റിക്കലി അവൻ കറക്റ്റാണോ? വൈകല്യങ്ങളെ കളിയാക്കാൻ പാടില്ല, അത് നമ്മൾ അന്നും എന്നും പറയുന്നു. അതിനപ്പുറം സ്ത്രീകളെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, പരിധി വേണം. പക്ഷെ അതിനൊക്കെ അപ്പുറം ഇതൊരു ചിരിയാണ്, ഒരു രസമാണ്. ആ രസമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇപ്പൊ സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായി പറയാൻ കഴിയുന്നതാണ് ദീപുവിന്. ഇപ്പോൾ പണ്ടായാലും നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ തമാശ ഉണ്ടാകുമ്പോൾ മറ്റൊരാളെ കളിയാക്കുമ്പോഴായിരിക്കും. പക്ഷെ നമ്മളൊരു കലയിലൂടെ, സിനിമയിലൂടെയോ എഴുത്തിലൂടെയോ അത് പുറത്തേക്ക് വരുമ്പോൾ, അങ്ങനെ കളിയാക്കലിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അതൊരു വലിയൊരു ഓഡിയൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പൊ കാലം മാറുന്നതിൻ്റെ കൂടെ ഈ കലാകാരന്മാരും എഴുത്തുകാരും അതിനോടൊപ്പം സഞ്ചരിക്കേണ്ട അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ അങ്ങനത്തെ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ളത് നമ്മൾ സമൂഹത്തിന് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് ഈ നേരത്തെ പറഞ്ഞ അസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനത്തെയോ എന്തിനെങ്കിലും കളിയാക്കുമ്പോൾ നമുക്ക് കാണിക്കുന്ന റിയാക്ഷൻസ് ഉണ്ടല്ലോ, അത് ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പോൾ കൂടിയിട്ടുണ്ട്, വളരെ കൂടിയിട്ടുണ്ട്. അതൊരു കലാകാരന്മാരെ, ക്രിയേറ്റേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. പക്ഷെ അതോടൊപ്പം നമ്മൾ ഈ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് അതിനകത്ത് അവിടുന്ന് നമ്മൾ ഈ കാലത്തിനോട് ചേർന്ന് നിന്ന് ഹാസ്യം എന്നുള്ള ഒരു വിഷയമാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഹാസ്യം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഇനി നമ്മൾ പറയും, ഇപ്പൊ നമ്മളെ കളിയാക്കിടത്തോളം കാലം നമ്മൾ ഓരോ കളിയാക്കലുകളും എൻജോയ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ എവിടെയാണ് നമ്മൾ ഒഫൻഡഡ് ആവുന്നത്? നമ്മളൊരു മീറ്റർ എപ്പോഴും ക്രിയേറ്റേഴ്സിന് എപ്പോഴും ഒരു മീറ്റർ വെക്കുക, അത് അനലൈസ് ചെയ്യുക എന്നുള്ളത് ചെയ്യേണ്ടതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അതോടൊപ്പം
വിമർശിക്കേണ്ടതിനെ കൃത്യമായിട്ട് വിമർശിക്കുകയും വേണം. അത് നമ്മൾ പേടിച്ച് നമ്മുടെ കലയെ നമ്മൾ അത് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന വേറൊരു അനീതി കൂടിയായിട്ടാവും കണക്കാക്കാം. ഈ അസഹിഷ്ണുതയുടെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ വളരെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഒരാളാണ് പിഷാരടി. പിഷാരടി ഇവിടെ തൃപ്പൂണിത്തുറയിൽ അമ്പലത്തിൻ്റെ അടുത്ത് അവനൊരു വീട്, പഴയ വീടാണ്, അത് പുതുക്കി വച്ചു. ആ വീട് അത്യാവശ്യം പൈസ ചെലവഴിച്ച് വെച്ച വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോ പിഷാരടിയുടെ FB പേജിലിട്ടു. അപ്പോൾ അതിന് താഴെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല കമൻറ്റുകളാണ് കൂടുതലും വരുന്നത്. പക്ഷെ അതിന് ഏറ്റവും താഴെ ഒരാൾ, ഇത്രയൊക്കെ പൈസ ചെലവഴിച്ച് വെക്കേണ്ട കാര്യം ഉണ്ടെങ്കിലും ഏറ്റവും അവസാനം 6 അടി മണ്ണിലേ പോകൂ എന്ന് ഒരു കമൻറ്റ്. അപ്പോൾ ഇത് എഴുതിയ ആളെ ഒന്ന് തപ്പാം എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഈ ആളെ തപ്പിയപ്പോൾ ഇതൊരു ഫേക്ക് അക്കൗണ്ടാണ്. നമ്മൾക്ക് അറിയാവുന്ന മിമിക്രിയിലുള്ള ഒരു സുഹൃത്ത് തന്നെയാണ് ഇവൻ്റെ വേറൊരു അക്കൗണ്ടായത്. ഞാൻ ഇവനോട് ചോദിച്ചു ഫോണിൽ, നീ അല്ലേ അത്, എനിക്കറിയാം, നീ എന്തിനാ അങ്ങനെ എഴുതിയത്? ഇപ്പോൾ പറഞ്ഞതേ ഒരു സുഖം. ഇതാണ് പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ അല്ലാതെ ഇവരാരും രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ അത് കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമല്ല. കുറെ ഫേക്ക് അക്കൗണ്ടുകളിൽ ഇരുന്ന് മുഖമില്ലാതെ നമുക്ക് ആരെയും വിമർശിക്കാമല്ലോ. അപ്പൊ അതിനെങ്ങനെ വായി തോന്നുന്നത് പറയുന്നു എന്നുള്ളൂ. എന്നെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാ. അപ്പൊ നമ്മുടെ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഉള്ള ഇപ്പോൾ ആദ്യം നർമ്മലേഖനങ്ങളും കഥകളും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ ആണ് ഈ തിരക്കഥയിലേക്ക് കിടക്കണേ. ഒരു 8-10 തിരക്കഥ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഇവിടുന്ന് മാറി തിരക്കഥയിലേക്ക് എത്താൻ കാരണം വെച്ചാൽ എങ്ങനെയാണ് ചാൻസ് കിട്ടി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ. അത് ഇത് രണ്ടും തമ്മിൽ ലേഖനം പോലെ അല്ലെങ്കിൽ കഥ പോലെ എഴുതണതും തിരക്കഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് എഴുതുമ്പോഴുള്ള ആ ക്രിയേറ്റിവിറ്റിയുടെ വ്യത്യാസം എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു. രണ്ടും തീർച്ചയായിട്ടും അത് 2 തലമാണ്. ഞാനിപ്പോൾ നർമ്മലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് മലയാളത്തിൽ ചാനലുകൾ ആരംഭിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു തിരക്കഥ, ഒരു സീരിയലിന് വേണ്ടി തിരക്കഥ എഴുതുന്നത് 2000 ആണ്ടിലാണ്, 26 വർഷത്തിന് മുമ്പ്. മഹാത്മാഗാന്ധി കോളനി എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര്. വിജിത്തമ്പി സംവിധാനം ചെയ്തു. തുടർന്ന് ഇന്ദുമുഖി ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞ് മല്ലിക സുകുമാരൻ, മഞ്ജു പിള്ള. അപ്പോൾ ആ സമയത്ത് ഞാൻ കഥകൾ അല്ലെങ്കിൽ നർമ്മലേഖനങ്ങൾ എഴുതുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കുഞ്ഞു പ്രായം മുതൽ ഒരു കടുത്ത സിനിമാ ഭ്രാന്തനാണ്. എനിക്ക് സിനിമയുടെ ഓരോന്ന് ഇപ്പോൾ തന്നെ ഇവിടുത്തേത് ഒരു സിനിമയാക്കി മാറ്റണമെങ്കിൽ ഇവിടുത്തെ ഇന്നത്തെ സെഷൻ എനിക്കത് കൃത്യമായിട്ട് ഒരു നർമ്മ രീതിയിൽ തന്നെ എൻ്റെ മുഖത്ത് വരും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പോക്കറ്റിൽ പേനിട്ടൊക്കെയായിരുന്നു. അതങ്ങ് ലീക്കായി ഇവിടെയൊക്കെ നീല മഷി പോരുണ്ടോ. ഞാനങ്ങ് വല്ലാതായി, ഇത് വന്ന് ആകെ ഇതാവില്ലെന്ന്. പിന്നെ അപ്പോൾ ഭാഗ്യത്തിന് തൊട്ടപ്പുറത്ത് ഒരു മാർക്കർ ഉണ്ടായിരുന്നു അവിടെ ഒരു കടയിൽ. അത് വാങ്ങിയൊക്കെ ഞാൻ ബാഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് എല്ലാത്തിലും എങ്ങനെയോ എനിക്കൊരു നർമ്മം കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യ തിരക്കഥ വിജിത്തമ്പിയുടേതാണ് എഴുതിയത്. ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി കോളനി ആദ്യ സീൻ എഴുതുന്നു. നമുക്കിങ്ങനെ ഒരു പരമ്പര വേണമെന്ന് പറയുന്നു. അത് എഴുതിയപ്പോൾ വിജിത്തമ്പി അത് വായിച്ചിട്ട് പറഞ്ഞു, കൃത്യമാണ്, നമുക്ക് ഇതുപോലെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അതങ്ങനെ സ്വാഭാവികമായിട്ടും ആയിപ്പോയതാണ്. പിന്നീട് കുറച്ച് സിനിമ തിരക്കഥകളും ഒക്കെ എഴുതി. ഇത് രണ്ടും 2 തരത്തിലാണ്, 2 പ്രതലങ്ങളാണ്. പക്ഷെ ഞാൻ അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഇഷ്ടം, അത് ഫലിപ്പിക്കാൻ പ്രയാസവും ഒക്കെ ഒരു നർമ്മ ലേഖനം. അവിടെ എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമാണ് അതിൻ്റെ ക്രെഡിറ്റ്, ഞാൻ മാത്രമാണ് അതിൻ്റെ പിതാവ്. അത് ഞാൻ എഴുതുന്നു, പത്രാധിപർ അച്ചടിക്കുന്നു, വായനക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചിരിക്കുന്നു, ഇല്ലെങ്കിൽ കളയുന്നു. അതിൻ്റെ തെറ്റും ശരിയും ഒക്കെ എനിക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് മാത്രമാണ്. അപ്പം എനിക്ക് വേറൊന്ന്, ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പഞ്ച് ലൈൻ നേരം പോക്ക്, അതിന്നും ഇത് ആരുടെ തലയിൽ നിന്നാണ് വന്നത്, ഇത് ആരാണിത് ഉണ്ടാക്കിയത്, ഏതൊക്കെയോ ദേശങ്ങൾ കടന്നു മറിഞ്ഞ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു തിരക്കഥയ്ക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് കാണും, ഇന്നാരാണ് എഴുതിയത്. ചെമ്മന ചാക്കോ സാറിൻ്റെ ഒരു കവിതയ്ക്കുണ്ട്, വേളുകൃഷ്ണൻകുട്ടി സാറിൻ്റെ ഒരു കഥയ്ക്കുണ്ട്, സഞ്ജയൻ്റെ. പക്ഷേ ഇത്തരം മറ്റ് പഞ്ച് ലൈൻ നേരം പോക്കുകൾ അത് നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. ഞാൻ കേട്ട ഒരെണ്ണം, കാരണം ഇതെല്ലാം പലതും നോൺസെൻസ് ആയിരിക്കും. ഇത് എവിടെയാണ് ഇതിൻ്റെ പഞ്ചെന്ന് പിടികിട്ടൂല. ഒരാളൊരു ബേക്കറി ചെല്ലുന്നു, ബേക്കറി ചെന്നിട്ട് ചോദിക്കുകയാണ്, ലഡ്ഡു ചോദിക്കുന്നു. എത്ര രൂപ? അത് 10 രൂപ. എനിക്കൊരു ലഡ്ഡു തരണം കേട്ടോ എന്ന് പറഞ്ഞ് വാങ്ങി കയ്യിൽ വയ്ക്കുന്നു. കയ്യിൽ വെച്ചിട്ടാണ് ഇയാൾ ജിലേബി കാണുന്നത്. ജിലേബി എത്ര രൂപ വന്ന്? അതും 10 രൂപ. എനിക്ക് ജിലേബി മതി കേട്ടോ, ലഡ്ഡു വേണ്ടാന്ന് പറഞ്ഞ് ജിലേബി വാങ്ങുന്നു, ലഡ്ഡു തിരികെ കൊടുക്കുന്നു, ജിലേബി കഴിക്കുന്നു. ജിലേബി കഴിച്ചിട്ട് പോകാൻ തുടക്കുമ്പോൾ കടക്കാരൻ പറയുന്നു, ആശാനെ താൻ ജിലേബിയുടെ പൈസ തന്നില്ലല്ലോ. അപ്പോൾ ഇയാൾ പറയുകയാണ്, ഞാൻ ജിലേബിക്ക് പകരമല്ലേ ലഡ്ഡു അങ്ങോട്ട് തന്നെന്ന്. അപ്പോൾ കടക്കാരനും ആപ്പാടുപാട്ടായി.
അല്ല എനിക്ക് ആ കണക്ക് മനസ്സിലായില്ല, ഒന്ന് മനസ്സിലാക്കി തന്നു. ഇപ്പോൾ മനസ്സിലാക്കി തരാം. ആ പെപ്സി എത്ര രൂപ? അത് 30 രൂപ. ഒരു പെപ്സി തരാൻ പറഞ്ഞു. പെപ്സി വാങ്ങി കയ്യിൽ വെച്ചു. ചോദിച്ചു കൊക്കക്കോള എത്ര രൂപ? അത് 30 തന്നെ. അതാ ശ്രദ്ധിച്ചോണം, ഞാനിതാ കൊക്കക്കോള വാങ്ങുന്നു, പെപ്സി തിരികെയാണ് കേട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. കൊക്കക്കോള പൊട്ടിക്കുന്നു, കുപ്പി കുടിക്കുന്നു. കുടിച്ചിട്ട് കുപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു താത്വികാചാര്യനെ പോലെ ഇദ്ദേഹം ചോദിക്കുകയാണ്, ആലോചിച്ച് പറയണം, ഞാൻ ഈ കൊക്കക്കോളയ്ക്ക് കാശ് തരണോ? കടക്കാരെ ആലോചിച്ചിട്ട് പറയുകയാണ് വേണ്ടാന്ന്. എന്തുകൊണ്ടെന്ന്? താൻ കൊക്കക്കോളയ്ക്ക് വരെ എനിക്ക് പെപ്സി തന്നുവെന്ന്. ഇത്രയേ ഉള്ളൂ. കണ്ട എളുപ്പം കണക്ക് പിടിയിട്ടില്ല. ഇനിയും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാം. ആ ബിസ്ക്കറ്റിന് എത്ര രൂപ? ഇപ്പോൾ എനിക്ക് അതാണ്ടൊക്കെ മനസ്സിലായിട്ട് നീ പോകുന്ന കടക്കാരൻ. അപ്പോൾ ഇതിൽ എവിടെയാണ് നർമ്മം? ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയ ആളുടെ തല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമുക്കൊരു തിരക്കഥ എഴുതും പോലെ അല്ല ഇത്. ഇതിൻ്റെ അവസാന വാചകം ഇത് ഇയാൾ അവസാനമായിരിക്കും ഇതിൻ്റെ പഞ്ച് ലൈൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ആദ്യം മുതൽ പിടിച്ചതാണോ അതോ അവിടെ നിന്ന് പിടിച്ചു വന്ന് ഇങ്ങോട്ട് അടിയിൽ കൊണ്ടുവച്ചതാണോ? അത്ഭുതപ്പെട്ടു. ഇത് ആരാണ് ഉണ്ടാക്കിയതെന്നൊന്നും ക്രെഡിറ്റ് ഇല്ലാതെ നമുക്ക് ലോകത്തിങ്ങനെ പതറിക്കിടക്കുകയാണ്. മറ്റൊരാളുണ്ടല്ലോ, ഒരാൾ തോട്ടത്തിൽ വെള്ളമടിക്കാൻ വേണ്ടി പോയി. കനഡിയൻ നേരം പോക്കാണ്. വെള്ളമടിച്ച് കുപ്പി പൊട്ടിക്കുന്ന സമയത്താണ് കാണുന്നത് ഒരു പാമ്പ് തവളയെ പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങും. ഇപ്പോൾ തവളയുടെ കരച്ചിലേക്ക് കേട്ട് ഇയാൾക്ക് വിഷമം തോന്നി. ഒരു കല്ലെടുത്ത് പാമ്പിനെ എറിഞ്ഞ് വിടുന്നില്ല. കമ്പെടുത്തടിച്ചു നോക്കി, വിടുന്നില്ല. അവസാനം വിസ്കി ചരിച്ചാലോ, അത് എൻ്റെ ആൽക്കഹോളിൻ്റെ എഫക്റ്റ് കൊണ്ട് വിട്ടാലോ എന്ന് വിചാരിച്ച് വിസ്കി ഇയാൾ പാമ്പിൻ്റെ തലയിൽ ചരിച്ചു. കൃത്യം പറഞ്ഞതുപോലെ തന്നെ തവളയെ വിട്ടു. തവള ചാടിപ്പോയി. ഇയാൾക്ക് വളരെ ആത്മാവിനെ രക്ഷിച്ച സന്തോഷം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇയാൾ മുറിയിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ട് കാലിൽ ആരോ ചുരണ്ടും പോലെ ഒരു തോന്നൽ. നോക്കുമ്പോഴുണ്ട് മറ്റേ പാമ്പ് വേറെ ഒരു തവളയും പിടിച്ച് വെച്ചുകൊണ്ടിരിക്കണമെന്ന് വെള്ളമടിക്കാൻ. അപ്പം ഇതെല്ലാം ഇങ്ങനെ പരന്ന് കിടക്കുന്ന സംഗതിയാണ്. ചിരി നമുക്ക് ഇഷ്ടം പോലുണ്ട്, നമുക്ക് ചിരിക്കാൻ സംഗതിയുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രാമീണ മേഖലകളിൽ ഞാൻ ഒരു കുക്കാണ്. തക്കല എന്ന് പറഞ്ഞ പ്രദേശത്ത് ഞാൻ ഇന്നും ആരാധിക്കുന്നതാണ്. വെറും കല്യാണം ഇതിന് പാചകക്കാരൻ, കുക്ക് എവറസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇത് കേൾക്കുകയായിരിക്കും. ഞാൻ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരാളാണ്. ഞാൻ വല്ലപ്പോഴും എൻ്റെ ഭാര്യയുടെ വീട് ആ പ്രദേശത്താണ്. അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കും. എനിക്കൊരിക്കലും കൗണ്ടർ പറയാൻ പറ്റില്ല. സുനീഷൊക്കെ ഇമ്മീഡിയറ്റ് പറയും. പക്ഷേ ഞാനൊരെണ്ണം വീട്ടിൽ ചെന്നിരുന്നായിട്ടായിരിക്കും ആലോചിക്കുന്നത്, അയ്യോ മറ്റേ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറയേണ്ടതായിരുന്നു. പക്ഷേ ഈ കുക്ക് എവറസ്റ്റ് എന്ന് പറയുന്ന മഹാമനുഷ്യൻ, അതേ എനിക്ക് പറയാൻ വാക്കുള്ളൂ, അദ്ദേഹത്തിൻ്റെ നർമ്മം കേൾക്കണം. അങ്ങ് അനർഗളം ഒഴുകി വരികയാണ്. അദ്ദേഹം ഒരു കമ്പെടുത്ത് ഇവിടെ വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് അവിടെ വയ്ക്കുന്നതിനിടയിൽ ഒരു 4-5 തമാശ. അത് ഞാൻ തമാശ പറയാൻ വേണ്ടിയാണ് എന്ന് ആരെങ്കിലും കേൾപ്പിക്കാനല്ല. അദ്ദേഹം ഈ പറയുമ്പോൾ പഠിച്ചിട്ട് ഉള്ളതല്ല. ഈ സഞ്ചയനം ഒന്നും പറഞ്ഞുകൂടാ. പക്ഷേ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിലൂടെ വരുന്ന അതാണ് ഉത്തമമായ നർമ്മം. ഞാനിവിടെ പറഞ്ഞ നേരം പോക്കൾ എവിടെയെങ്കിലും വായിച്ചതായിരിക്കും. പിന്നെ കുറച്ച് ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുറച്ച് വല്ലതുമൊക്കെ കിട്ടിക്കാണും. പക്ഷേ അതിനപ്പുറത്ത് മനസ്സിൽ നിന്ന് വരുന്ന നേരം പോക്കൾ. ഇപ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പം ഒരു മലയാളിക്ക് കാശിന് ആവശ്യം. അവൻ പറഞ്ഞടാ എനിക്ക് കൂട്ടുകാരനെ പറയണം പൈസയുടെ ഇല്ല, നിവൃത്തിയില്ല. അപ്പം മറ്റേ ആൾ പറയണ ഇനി നമുക്ക് ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ദൈവത്തിൻ്റെ അടുത്ത് പോ. പക്ഷെ ഒരു കാര്യം, ഡയറക്റ്റായിട്ട് കാശ് ചോദിക്കരുത്, ട്രാപ്പ് ചെയ്യണം ദൈവത്തിന്. നമ്മൾ മലയാളികളെ ബുദ്ധി ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ ബുദ്ധിക്ക് അപ്പുറമാണ്. ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഇയാൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി തല ചൊറിഞ്ഞ് നിന്നു. പറഞ്ഞു, ദൈവമേ, എനിക്ക് എല്ലാവരും ഒരുപാട് വരങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്, എനിക്ക് ചില ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ദൈവം പറഞ്ഞു, ചോദിച്ചോടെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ചോദിക്കുകയാണ്, ഭൂമിയിൽ ഞങ്ങളുടെ 1 കോടി വർഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇവിടെ 1 സെക്കൻഡാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? ദൈവം പറഞ്ഞു, ശരിയാണ്. നിങ്ങളുടെ 1 കോടി വർഷം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ 1 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇവിടെ 1 രൂപയായിരിക്കുമല്ലോ. ദൈവം പറഞ്ഞു, ശരിയാണ്. നിങ്ങളുടെ 1 കോടി രൂപ എനിക്ക് 1 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമേ, എനിക്ക് 1 രൂപ തരാമോ? ദൈവം പറഞ്ഞു, തരാം, 1 സെക്കൻഡ് കാത്തിരിക്കാൻ. അപ്പോഴേ അവിടെ ദൈവത്തിനെയും തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ്. അതിൻ്റെ അപ്പുറത്തെ ആശാനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നർമ്മം എവിടെയും ഉണ്ട്, എന്തുകൊണ്ട്. നമുക്കിപ്പോൾ നർമ്മം നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ മരിച്ചാലേ നർമ്മം മരിക്കുള്ളൂ. അതുവരെ അതിൻ്റെ കൂടെ കാണും, ചിരി കാണും, കണ്ണീര് കാണും, ദേഷ്യം കാണും, അപ്പുറത്തവൻ നന്നായാലുള്ള ഒരു അസൂയ കാണും, സകലതും കാണും. ഒരിക്കലും നർമ്മം മരിക്കില്ല, മരിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന എല്ലാ ആളാണ്. കൃഷ്ണേട്ടൻ പറഞ്ഞ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഏത് സ്ഥലത്തു നിന്നാണ് നർമ്മം ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു തമാശയാവും. കോടതിയിൽ ജഡ്ജി പ്രതി നിൽക്കുന്നു. അപ്പോൾ ജഡ്ജി വിധി പ്രഖ്യാപിക്കുകയാണ്, ഈ നിൽക്കുന്ന പ്രതിയെ നാളെ രാവിലെ കുറ്റം സംശയാതീതം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ പ്രതിയെ നാളെ രാവിലെ 5 മണിക്ക് മരണം വരെ തൂക്കിലേറ്റാൻ ഈ കോടതി ഉത്തരവിടുന്നു.
അപ്പോൾ ഈ പ്രതി നിന്ന് ചിരിക്കുക, ഭയങ്കര ചിരി. അപ്പോൾ ഈ ജഡ്ജി ചോദിച്ചു, താനെന്താ ചിരിക്കുന്നത്? ഇത് കോടതിയാണ്. അല്ല, എത്ര മണിക്കെന്ന്? നാളെ പുലർച്ചെ 5 മണിക്ക്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ 8 മണിയാവുമെന്ന്. അത് അവിടെ നിന്നൊരു തമാശ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് വേറൊരു തരം സംഭവമാണ്. ഇതിന് കൂടെ ഞാൻ ഗൗരവമുള്ളൊരു കാര്യം കൂടി പറയാം. അതായത് കൃഷ്ണേട്ടൻ നർമ്മലേഖനങ്ങളിൽ നിന്നും സിനിമയിലേക്ക് വന്നയാളാണ്. ഞാൻ തുടക്കത്തിൽ സിനിമ എഴുതണമെന്ന് ആഗ്രഹിച്ച് പത്രപ്രവർത്തകനായി. പിന്നീട് സിനിമ എഴുതി തുടങ്ങിയതിന് ശേഷം 2 സിനിമകൾ, ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ത്രോട്ടിൽ ഒരു ടിഷ്യൂ ഡിറ്റക്ട് ചെയ്യുകയും അതെൻ്റെ കണ്ണിനെ ബാധിക്കുകയും എൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന രീതിയിലുള്ള ക്യാൻസർ ആയിരുന്നു അത് എൻ്റെ തൊണ്ടയിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കുകയും സിനിമ കാണുകയുമാണ്. ഇത് രണ്ടും ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് വരികയും, അപ്പോൾ ത്രോട്ടിലെ അതെടുത്ത് കളയണം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ മെഡിക്കൽ കോളേജും വീടും അങ്ങനെയായി എൻ്റെ ജീവിതം മാറുന്നൊരു ഘട്ടത്തിൽ ചിലപ്പോൾ എൻ്റെ ശബ്ദം ഇല്ലാതാവും എന്നൊരു ഡോക്ടർ പറഞ്ഞു, സുനീഷ ചിലപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പം എൻ്റെ ഭാര്യ യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥയാണ്, MG യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഭാര്യയ്ക്ക് എന്നോട് ഞാൻ ഈ മിമിക്രി എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഇപ്പം എൻ്റെ ചോദിച്ചു, എന്ത് തോന്നുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എഴുതി ജീവിക്കേണ്ടി വരും, എഴുതണം. അപ്പോൾ എഴുതിയേ ഒക്കുള്ളൂ, ഫോഴ്സ്ഡായിട്ട് എഴുതേണ്ടി വരും. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ നാട്ടിലുള്ള ആളുകളെ കുറിച്ച്, നേരത്തെ പറഞ്ഞ പോലെ തക്കലയുടെ കാര്യം പറഞ്ഞ പോലെ, എൻ്റെ നാട്ടിൽ ഒരു പട്ടിയുണ്ട്. ആ പട്ടിക്ക് ഞങ്ങൾ കോമളകുമാരൻ എന്നാണ് ആ പട്ടിയുടെ പേര്. പട്ടിയെ വിളിക്കുന്നത് കോമളകുമാരൻ എന്നാണ്. അത്ര ഭംഗിയുള്ള പട്ടിയായിരുന്നു. ആ പട്ടിയുടെ കഥ ആദ്യം ഞാൻ എഴുതുകയും അത് അന്തരിച്ചുപോയി പ്രശാന്ത് നാരായണൻ്റെ ഒരു ഓൺലൈൻ വീക്കിലി ആയിരുന്നു, അതിനകത്ത് പ്രസിദ്ധീകരിക്കുകയും, അപ്പം നിരന്തരമായി പ്രശാന്ത് എന്നെ കൊണ്ട് ഈ വാരനാടൻ കഥകൾ എന്ന ആ പുസ്തകം, വാരനാടൻ കഥകൾ എന്നത് അതിങ്ങനെ, അപ്പം എൻ്റെ കാഴ്ചയിൽ, ഞാൻ ഒറ്റ കണ്ണിൻ്റെ കാഴ്ചയിലാണ് എഴുതുന്നത്, വളരെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ നാട്ടിലെ ചിരിയെയാണ് കൂടുതൽ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടത്. ഞാനിങ്ങനെ ഇത് മുഴുവൻ ചിരിക്കാനുള്ള കാര്യങ്ങളാണ് എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ കഥകളെല്ലാം ആയി. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ശബ്ദം പോകാനുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ശബ്ദം കിട്ടി. അപ്പോൾ പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിലേക്ക് വീണ്ടും തിരികെ വന്നു. ആ സമയത്ത് ആ പുസ്തകം ലോഗോസ് പ്രസിദ്ധീകരിക്കുകയും ആ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ ഹാസ്യസാഹിത്യത്തിന് ഞാൻ എഴുതിയ പുസ്തകത്തിന് അവാർഡ് കിട്ടുകയും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ജീവിതത്തിൽ എപ്പോൾ നമ്മളിൽ നിന്ന് നർമ്മം പോകാൻ തുടങ്ങി, നമ്മൾ രോഗത്തെയോ മരുന്നിനെയോ ഒക്കെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളിൽ നിന്നത് പോവും. അപ്പോൾ നമ്മളതിനെ ചിരിയോടെ, ഇന്നസെൻ്റ് ചേട്ടൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെയാണ്, അതിനെ ചിരിയോടെ നേരിട്ടത് കൊണ്ടും മനസ്സിന് കിട്ടിയൊരു സന്തോഷം കൊണ്ടും ഞാൻ ആ പുസ്തകം എഴുതിയതും അതിന് അവാർഡൊക്കെ കിട്ടിയത്. അപ്പം ഇതൊരു വളരെ റെയറായ ഒരു തരം ക്യാൻസർ ആയിരുന്നു. അപ്പം ഞാൻ എന്നെ ചികിത്സിച്ച ഡോക്ടറെ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്തൊക്കെ പറഞ്ഞു, സുനീഷിന് എന്തായാലും നല്ല രാശിയുണ്ട്, താൻ ഒരാളായിട്ടാണ് 2019 എൻ്റെ അടുത്ത് വന്നത്, ഇപ്പോൾ തൻ്റെ അതേ അസുഖമുള്ള 36 പേരുണ്ട്, തനിക്ക് എന്തായാലും രാശിയുണ്ടെന്ന് പറയുന്നത്. അതിനെയും അദ്ദേഹം തമാശയായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ നർമ്മം എന്നത് ഒരു കോടതി മുറിയിൽ ഒരു പ്രതിയുടെ വധശിക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പോലും അതിലൊരു രസകരമായൊരു നർമ്മം സൃഷ്ടിക്കാൻ നമുക്ക് അത്ര പാരമ്പര്യമുണ്ട്. നമുക്ക് നസ്രാണി ഫലിതം, കുഞ്ചന്തി നമ്പൂരി ഫലിതം, എത്ര തരം ഫലിതങ്ങൾ നമുക്കുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ ശരിക്കും അത് മാത്രം വെച്ചൊരു നീളത്തിലൊരു ഫെസ്റ്റ് തന്നെ വെക്കാം. ഈ പോലത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റ് പോലെ തന്നെ നർമ്മം മാത്രം കേന്ദ്രമാക്കി വെച്ചാൽ 7-8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റ് വരെ സംഘടിപ്പിക്കാം. അതിൻ്റെ ആലോചനയിൽ കൂടിയാണ് ഇത് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഒരു ആലോചനയിലാണ്, അങ്ങനെ ഒരു പരിപാടി സഞ്ജയൻ്റെ അവിടെ കോഴിക്കോട് ചെയ്യാനുള്ളൊരു ആലോചന നടക്കുന്നു. ഇവിടെ പറഞ്ഞ പോലെ മലയാളികൾക്ക് എപ്പോഴും നർമ്മബോധം അവരുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട്, അത് ആസ്വദിക്കാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ എഴുത്തിലേക്ക് വന്നു എന്നുള്ള ചോദ്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോഗ് വഴി തന്നെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നല്ല രസമുള്ള കഥാപാത്രങ്ങൾ, ഞാൻ അതിനെ വിളിക്കുന്ന വക്കുപൊട്ടിയ കഥാപാത്രങ്ങൾ എന്നാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എല്ലാവർക്കും, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അങ്ങനെ വക്കുപൊട്ടിയ ആൾക്കാർ ഉണ്ടാക്കുന്ന കുരുത്തക്കേടുകളും അബദ്ധങ്ങളും ഒബ്സർവ് ചെയ്യുക, അത് കഥകാക്കുക എന്നല്ലാതെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ എഴുത്ത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഈ കഥകൾ ബ്ലോഗിൽ ഇപ്പോഴും കഥകൾ എഴുതുന്നുണ്ട്, അത് സിനിമയായി. പിന്നെ ഒരു വെബ് സീരീസിലും ആ കഥകൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
കഥകള് ഇല്ലാത്തൊരു ലോകം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടില് ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ആളുണ്ട്. അപ്പൊ ഈ കുട്ടൻ എന്നാണ് അയാളെ വിളിക്കുക. അപ്പൊ ഈ കക്ഷി അവിടെ ഹൈവേയിലാണ് ആളുണ്ടാവും എപ്പോഴും. അപ്പോൾ വേറൊരു ഹൈവേ ആയതുകൊണ്ട് വേറൊരു പ്രാന്തൻ ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ ആള് മുടിയൊക്കെ ജട പിടിച്ച് ഡ്രസ്സൊക്കെ വളരെ മോശം ഇങ്ങനെ ഒരാൾ വന്നു. അപ്പൊ ഈ കുട്ടൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നേരെ ഒരു 500 രൂപ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് ഈ പുള്ളിക്ക് നല്ലൊരു ഷർട്ടും പാൻറ്റും വാങ്ങിച്ചു. അടുത്ത ബാബർ ഷോപ്പ് കൊണ്ടുപോയിട്ട് പുള്ളിയുടെ ചെലവിൽ മുടി വെട്ടിക്കൊടുത്തു. അപ്പൊ ഇത് നാട്ടുകാർ മൊത്തം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഈ കുട്ടൻ എന്താണ് ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു വന്ന ഒരാളെ നന്നാക്കി മിനുക്കി എടുത്ത്, എന്നിട്ട് അടുത്തൊരു കോഴിക്കോട് ബസ് വന്നപ്പോൾ അതിൽ കയറ്റി, KSRTC ബസ്സായിരുന്നു, അതിൽ കയറ്റി ഇയാളെ ഇരുത്തി, വന്ന പ്രാന്തനെ ഇരുത്തി. എന്നിട്ട് ടിക്കറ്റ് എടുത്തു, കോഴിക്കോട് ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് പറഞ്ഞയച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് കുട്ടനോട് ചോദിച്ചു, അയാളുടെ വീട് കോഴിക്കോടാണോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടൻ പറഞ്ഞു അല്ല. പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തേ? അല്ല, ഇവിടെ ഈ നാട്ടിലൊരു പ്രാന്തം മതിയെന്ന്. അപ്പോൾ അതാണ് കുട്ടൻ ചിന്തിച്ചത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് എല്ലാവരുടെ ഉള്ളിലും ഈ നർമ്മം എന്നുള്ളത് അത് ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവുള്ളതുണ്ട്. അപ്പൊ നർമ്മം ഭയങ്കര പാടാണ് സത്യത്തില്. ഒരു പ്രണയം നമുക്ക് സിനിമയിലോ സ്ക്രീനിലോ കാണിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാൾക്കുണ്ടായിട്ടുള്ള പ്രണയത്തിന്റെ അല്ലെങ്കിൽ പ്രണയിതാവിന്റെ എന്തെങ്കിലും ഒരു ഛായ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഇമോഷണലി കണക്ട് ആവും. അതുപോലെ തന്നെയാണ് വിരഹവും പേടിയും അത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്ക്രീനിൽ പേടിപ്പിക്കാൻ പറ്റും. പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതിന് ഒരാളുടെ ചിരിയായിരിക്കില്ല വേറൊരാൾ ചിരിക്കുന്നത്. അപ്പൊ ഈ നർമ്മം എങ്കിലും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും നമ്മളെ ചിരിപ്പിക്കും. ചിലവർ സീരിയസ് ആയിട്ട് പറയുന്നത് വരെ നമ്മൾ ചിരിക്കും. അപ്പോൾ അവര് കാര്യമായിട്ടായിരിക്കും പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് ചിരി വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുള്ളിടത്തോളം കാലം നർമ്മം തുടർന്നു പോകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഞ്ഞിരാമായണം സിനിമയുടെ തിരക്കഥ 5 ബ്ലോഗിൽ നിന്ന് എടുത്താന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് എൻ്റെ ഒരു ഇതൊന്ന്? അത് ഈ കോളേജിൽ പഠിക്കുമ്പോൾ എഴുതിയ കഥകളാണ്. സൽസമുഖമൊക്കെ ഒരു കഥയാണ്, കുട്ടന്റെ കഥ ഒന്നാണ്. അപ്പോ പെരിലൂർ പ്രീമിയർ ലീഗ് 14 കഥകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലോഗ് എഴുത്തും സിനിമ എഴുത്തും ചോദിച്ചുകൊണ്ട് പറയാം ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പോലെ എന്നുള്ള വാക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും കഥകൾ എഴുതുമ്പോൾ. പോലെ വെച്ചിട്ട് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഓഫ് പോലെ തന്നെ ഉണ്ട്. തിമിംഗലം കുലുക്കുഴിയുന്നൊരു സൗണ്ട് പോലെ എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്നൊക്കെ ചിരി കിട്ടാറുണ്ട്. അല്ലെങ്കിൽ പോളിനേഷ്യൻ പൂച്ചയ്ക്ക് രോമാഞ്ചം വന്ന പോലെ എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് പക്ഷെ സിനിമയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിനെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ കഥകൾ എഴുതിയിട്ട് കഥകളെ സിനിമയായിട്ട് തിരക്കഥയായിട്ട് മാറ്റുമ്പോൾ വളരെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട് എപ്പോഴും. കാരണം ആ കഥാപാത്രങ്ങളെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ കൂടുതൽ ആലോചിക്കേണ്ടി വരില്ല. ഈവൻ ഡയലോഗുകൾ പോലും ആ കഥകളിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പെരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ വെബ് സീരീസിന്റെ ഹോട്ട്സ്റ്റാർ സീരീസിന്റെ 2nd സീസൺ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് 2nd സീസൺ ഞാൻ ആലോചിക്കുമ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, വീണ്ടും ആ കഥകൾ, കേമൻ സോമൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്, രാധാകൃഷ്ണൻ, സൈക്കോ ബാലേന്ദ്രൻ. അപ്പൊ ഈ ഓരോ കഥാപാത്രങ്ങളുടെയും കഥ വീണ്ടും എഴുതി, ചെറുകഥ വീണ്ടും എഴുതി. എന്നിട്ടാണ് ഞാൻ അതിന്റെ തിരക്കഥ ആലോചിക്കുന്നത്. ചെറുകഥ എഴുതി കംപ്ലീറ്റ് ചെയ്തു വെച്ചു, അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ എഴുതിയിട്ട് തിരക്കഥയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം എനിക്ക് ഒരു കഥയെ നേരിട്ട് തിരക്കഥയാക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ചെറുകഥ ആദ്യം എഴുതി തിരിച്ച്. നമുക്കിനി 5 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 3 തമാശക്കാർ കൂടി തമാശ പറയാൻ തുടങ്ങിയാൽ ഇന്ന് 3 ദിവസമെങ്കിലും പിടിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയതോ വേറെ വായിച്ചതോ ആയിട്ടുള്ള തമാശ ഒരു 1-1.5 മിനിറ്റിൽ പറഞ്ഞിട്ട് നമുക്കിത് തമാശയോടുകൂടി അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെതല്ല, നേരത്തെ പറഞ്ഞ പോലെ തമാശയെക്കുറിച്ച് ഒരു തമാശ കേട്ടിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മർമ്മം ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി. തമാശ മത്സരം നടക്കുന്നു. 100 നേരമ്പോക്ക് പറയും, ജോക്ക് പറയും. 100ലും ചിരിക്കാതിരുന്നാൽ 1 കോടി രൂപ. പ്രസൻറ്റർ വന്നു, ആദ്യം ഇന്ത്യക്കാരൻ വന്നു, ഒരു ജോക്ക് പറഞ്ഞു. 2 ജോക്കായപ്പോൾ തന്നെ അയാൾ ചിരിച്ചു. അമേരിക്കക്കാരൻ വന്നു, ജപ്പാൻകാരൻ വന്നു. ആർക്കും ഒരു 5 ജോക്കിനപ്പുറം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല.
അവസാനം അത് പൊളിറ്റിക്കൽ ഇപ്പം അവരുടെ പേര് പറയാൻ അനുവാദമില്ല, എന്നാലും ഖുഷ്വന്ത് സിംഗിൻ്റെ നേരമ്പോക്കായതുകൊണ്ട് പറയാം. സർദാർജി വന്നു ഇരുന്നു. 5 ആദ്യത്തെ നേരമ്പോക്ക് പറഞ്ഞു ചിരിക്കുന്നില്ല, 5ആയി 10ആയി. ആദ്യത്തെ ഉഗ്രൻ നേരമ്പോക്കാണ്, ചിരിക്കുന്നില്ല. 10ആയി, 15ആയി, 50ആയി, 90ആയി, 99ആയി. അപ്പോൾ ഇദ്ദേഹം നോക്കിയിരിക്കുന്നില്ല 1 കോടി രൂപ. അപ്പോൾ സദസ്സിലുള്ള ബാക്കി എല്ലാവർക്കും സന്തോഷം, ഇയാൾ ഈ 1 കോടി രൂപയും ഇയാൾ കൊണ്ടുപോകണം, കാരണം ബാക്കി എല്ലാവരും തോറ്റുപോയി. അവസാനം ഇയാൾ ഇങ്ങനെ 1 കോടി രൂപയിൽ നോക്കിയിരിക്കുകയാണ്. അവസാനം 100ാമത്തെ നേരമ്പോക്ക് പറഞ്ഞു, ജോക്ക് പറഞ്ഞു. അതാണെങ്കിൽ വെറും ഡ്രൈ നേരമ്പോക്ക്. അത് കേട്ടപാടെ ഇദ്ദേഹം കുടച്ചക്രം പോലെ കിടന്ന് തറയിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞങ്ങ് ചിരിക്കാൻ തുടങ്ങി. സദസ്സ് വല്ലാതെ അങ്ങ് ബോറായി. സദസ്സ് പറഞ്ഞാ, ഇത് 100ാമത്തെ നേരമ്പോക്ക്, നീ ഇതും കൂടെ ചിരിക്കാതിരുന്നെങ്കിൽ നിനക്ക് 1 കോടി രൂപ കിട്ടുമായിരുന്നു. അത് ഈ 100ാമത്തെ നേരമ്പോക്ക് എന്തോ നേരമ്പോക്കാണ്, വെറും ഡ്രൈ നേരമ്പോക്ക്, അതിൽ ചിരിയേ ഇല്ല. ഇത് കേട്ടിട്ടാണ് അവിടെ നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ ചൂടായി. ഏത് 100ാമത്തെ നേരമ്പോക്ക്, ഏത് ഡ്രൈ നേരമ്പോക്ക്? ഞാൻ ചിരിച്ചത് എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞില്ലേ 1ാമത്തെ നേരമ്പോക്ക്, ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയതെന്ന്, ഉഗ്ര സാധനമായിരുന്നു എന്ന്. അപ്പം ചിരിക്ക് അങ്ങനെയൊരു സംഗതിയുണ്ട്. നമുക്കെല്ലാവർക്കും, എനിക്കും ചിലപ്പോൾ ചിലത് പിടികിട്ടൂല. അപ്പോൾ പിന്നീട് വീട്ടിൽ ചെന്നിരിക്കുമ്പോഴേ അയ്യോടാ അത് അങ്ങനെ ആയിരുന്നു സംഗതി, അത് കൊള്ളാമല്ലോ എന്ന് പിന്നെ ഞാൻ ആലോചിക്കും. ആരുടെയും കുഴപ്പമൊന്നുമല്ല. എന്നാലും നേരമ്പോക്കിനെ കുറിച്ച് അങ്ങനെ ഒരു നേരമ്പോക്ക് കേട്ടത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇത് ഈ നമ്മുടെ പ്രശ്നം വെച്ചാൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓർമ്മ വരിക എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അത് ആർക്കെങ്കിലും ഒരു പുതിയ തമാശ എവിടെന്നെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അവിടെ ഞാൻ പിഷാരടി അങ്ങനെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാൻ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ വോയിസ് മെസ്സേജ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ചിലപ്പോൾ ഇതിന് ഗ്രൂപ്പിൻ്റെ കോൾ വരും, രസകരം. അപ്പം എനിക്ക് ഈ ഇടയ്ക്ക് സംഭവിച്ച കാരണം ഞാനത് കുറച്ചുകൂടെ വലുതാക്കി എൻ്റെ തമാശ ആക്കിയതാണ്. അപ്പം ഞാൻ എയർപോർട്ടിൽ ക്യൂ നിൽക്കുന്നു. പെട്ടെന്ന് ഒരാൾ വളരെ വേഗം എന്നെ കടന്ന് മുന്നോട്ട് പോകാൻ ഈ ക്യൂവിൻ്റെ അകത്തോട് കയറി വരികയാണ്. ഞാൻ വിചാരിച്ചു അയാൾ വേറെ ഏതോ ഫ്ലൈറ്റിൽ പോകാനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഫ്ലൈറ്റിൽ തന്നെയല്ലേ? അതെ അതെ, ഇത്തിരി തിരക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്തിനാണ് ആദ്യമേ അങ്ങനെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇയാൾ അവിടെ ചെന്നു. അതെ, ഞാൻ പോകാനിരുന്നതല്ല, എനിക്ക് പെട്ടെന്ന് ടിക്കറ്റ് റെഡിയായി, വിസയും റെഡിയായി, ഞാൻ പുറത്തു പോവുകയാണ്. അപ്പോൾ വൈഫാണ് പോകാനിരുന്നത്, വൈഫ് നേരത്തെ കയറി പോയി. അപ്പോൾ ഇനിയിപ്പോൾ വൈഫ് ചീത്ത പറയും, അതുകൊണ്ട് പോവാം. അപ്പോൾ അവിടുത്തെ ചെന്നു, അവർ ഇതൊക്കെ കൊടുത്തു. നോക്കിയിട്ട് ഇമിഗ്രേഷൻ അതിന് മുമ്പ് ടിക്കറ്റിൻ്റെ കേസ് കൊടുത്തു. സാർ ചെറിയൊരു പ്രശ്നമുണ്ട്, സാറിൻ്റെ വൈഫിന് 16A സാറിന് 43B ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ അതിനെന്തെങ്കിലും എക്സ്ട്രാ അങ്ങോട്ട് പേയ്മെൻറ്റ് തരണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ആ തമാശ തീർന്നു നമ്മൾ വിചാരിക്കും, പക്ഷെ അവിടെ തമാശ തീർന്നില്ല. അപ്പോൾ ആ ഇമിഗ്രേഷൻ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, വേണ്ട സാറിനെ മുമ്പോട്ട് ബാക്കിലേക്ക് നേരത്തെ ബാക്കിയിലേക്ക് ഇരുത്താൻ വേണ്ടി ഓൾറെഡി താങ്കളുടെ ഭാര്യ പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞു എന്നാണ് പുള്ളി പറഞ്ഞത്. ഇത് നമ്മൾ അവിടെ വെച്ച് ഉണ്ടാക്കിയ തമാശയാണ്. ഒരാൾ വളരെ വേഗത്തിൽ ഫ്രണ്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് തോന്നിയതാണ്. അപ്പോൾ ചിലത് നമ്മളീ പറഞ്ഞ പോലെ അപ്പോൾ തോന്നുമ്പോൾ ഉണ്ടാക്കി വന്നാൽ ചിലത് നന്നാവും, ചിലത് നന്നാവണമെന്നില്ല. ഈ കൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഒരു പക്ഷേ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ അല്ലേ അവതരിപ്പിച്ചിട്ടത് ഏറ്റില്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ സിനിമയിൽ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ ഒരിക്കലും വർക്കാവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്ന തമാശ സിനിമയിൽ വർക്കാവണമെന്നേ ഇല്ല. അത് റെഡിയായി വരുമ്പോൾ അത് കൈവിട്ടു പോകും എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ചിരിപ്പിക്കാനും കഴിയുക എന്നുള്ളതിനപ്പുറം ജീവിതത്തിൽ വേറൊന്നുമില്ല. ചിരി തന്നെയാണ്, അല്ലെങ്കിൽ വിശ്വഭാഷയാണ് ചിരി. അതിനപ്പുറം മറ്റൊന്നുമില്ല. നമുക്ക് ചിരിക്കാൻ കഴിയട്ടെ, എപ്പോഴും ചിരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ലൈഫിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചിരിക്കാൻ നമ്മളെ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ളൊരു പറയാം, ഒരു കല്യാണത്തിന് പോയതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ കല്യാണത്തിന് വന്ന കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഒരു പ്രഭാവലയം ഇങ്ങനെ ഉണ്ടാവും ചുറ്റും. അപ്പോൾ ആൾക്ക് ഇങ്ങനെ വന്ന് പരിചയക്കാർ വന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പം നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ ചൂളി നിൽക്കേണ്ടി വരും, കാരണം എപ്പോഴും എവിടെ ചെന്നാലും ഇയാൾക്ക് പരിചയക്കാരായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു കക്ഷിയാണ്. അപ്പം ഞാൻ ഈ കല്യാണത്തിന് പോയപ്പോൾ ആളുടെ കൂടെ എന്നെ വിളിച്ചു, പോകാനൊരു മടിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും പോയി. പക്ഷെ ആൾക്ക് എൻ്റെ ഭാഗ്യത്തിന് അവിടെ വലിയ പരിചയക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൗണ്ടറിൽ ബുഫേ ആയിരുന്നു, നമ്മൾ കാറ്ററിംഗുകാർ ഭക്ഷണം വിളമ്പുമ്പോഴാണ് കണ്ടത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറ്ററിംഗ്, എൻ്റെ കൂടെ പഠിച്ച
ഒരു ഫ്രണ്ടിൻ്റെ കാറ്ററിംഗ് ഏജൻസിയാണ്. അപ്പോൾ ഈ കക്ഷി എൻ്റെ അടുത്ത് കൂട്ടുകാരൻ പറഞ്ഞു നല്ല ഭക്ഷണമാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആവശ്യം കയറി, എനിക്ക് കാണിക്കാലോ, എൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഭക്ഷണം വിളമ്പുന്ന പയ്യൻ്റെ അടുത്ത് അവൻ്റെ പേര് ചോദിച്ചു, മിറാഷ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ ഉടനെ അപ്പുറത്തുള്ള കാറ്ററിംഗ് പയ്യൻ്റെ അടുത്ത് എന്തോ ചെവിയിൽ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നവർ സാർ ഉണ്ടായിരുന്നു തീർന്നു പോയി എന്ന്. അപ്പൊ ഇവൻ അവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തുണ്ടെന്ന് ചോദിച്ചാലും ഉണ്ടെന്ന് പറഞ്ഞേക്കണം, തീർന്നു പോയതാന്ന് പറഞ്ഞേക്കണം എന്നാ പറഞ്ഞത്. അവന് മുതലാളിയുടെ പേര് അവൻ അറിയില്ലായിരുന്നു. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ അവസ്ഥ മാറുമല്ലോ, നമുക്ക് മറ്റേ ഭൂമി വളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡൻസ് ജീവിതത്തിൽ ഇഷ്ടം പോലെ സംഭവിക്കാറുണ്ട്. അതിനെ പക്ഷെ പരസ്യമായിട്ട് പറയുക, ഒരു കഥയാക്കി മാറ്റുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യുക. അതിനെ കുറച്ചും കൂടെ പൊടിയാക്കും. പിന്നെ ഇപ്പോൾ വേറൊരാളുടെ ലൈഫിൽ സംഭവിച്ച ഒരു അബദ്ധമാണെങ്കിൽ പോലും അത് സ്വന്തം പേരിൽ എഴുതി വെക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു തരത്തിലാണ് പോകുന്നത്. ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളത് അതിലൊരു രസം കണ്ടെത്തുന്നുണ്ട്. ഹാസ്യം മരിച്ചിട്ടില്ല, ജീവനുണ്ടെന്ന് നമുക്ക് ഇന്ന് ബോധ്യമായി 1 മണിക്കൂർ കൊണ്ട്. ഇവിടെ വന്ന് നമ്മളോട് ഈ നർമ്മ കഥകൾ പങ്കുവച്ച 3 പേരോടും നന്ദി പറയണു.